Good morning, Morning, ma'am. ma'am. Good morning, ma'am. Morning, good morning. Morning. ഇതിന്റെ ഒരു ഫോണാണല്ലോ. കാണാൻ പറ്റല്ലേ നോട്ട് പ്രസന്റ് ചെയ്തിരിക്കുന്നത് ഇത്രയും പോലെ ഇപ്പൊ മതിയില്ലേ? മതിയോ? കാണാൻ പറ്റുന്നുണ്ടോ? പ്രസന്റ് ചെയ്തിരിക്കുന്ന നോട്ട് വിസിബിൾ ആണോ എല്ലാവർക്കും? കാണാൻ പറ്റുന്നുണ്ട്. ആ ഓക്കെ, അത്ര മതി. ഭയങ്കര വലുപ്പത്തിൽ കിടക്കായിരുന്നു, ഞാനതിപ്പോ ചെറുതാക്കിയതെന്ന് ചോദിച്ചാൽ. ഓക്കെ, സോ നമ്മളുടെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസാസ്റ്ററുമായി ബന്ധപ്പെട്ടുള്ള ചില കോഡ്സ് ആണ് നമ്മൾ പരിചയപ്പെട്ടുകൊണ്ടിരുന്നത്. നമ്മൾ എടുത്തുകൊണ്ടിരുന്നത് കോഡ് ഓറഞ്ച് ആണ് അല്ലെ? കോഡ് ഓറഞ്ച് അല്ലേ? കോഡ് ഓറഞ്ച് എന്തിനു വേണ്ടിയിട്ടുള്ളതാ? ഭയങ്കര വലുപ്പമാണ് തോന്നി. കാണാൻ പറ്റുന്നുണ്ട്? ഗുഡ് മോർണിംഗ്. കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലെ? നോട്ടൊക്കെ പ്രസന്റ് ചെയ്തിരിക്കുന്നു. ഓക്കെ, ഞാനൊന്ന് സൗണ്ട് നോക്കട്ടെ. അപ്പൊ കോഡ് ഓറഞ്ച് ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞുകൊണ്ടിരുന്നത്. കോഡ് ഓറഞ്ച് റിലേറ്റ്സ് ടു ഹസാർഡസ് മെറ്റീരിയൽ സ്പില്ലേജ് അല്ലെ? മെറ്റീരിയൽസ് ഒക്കെ സ്പില്ലേജ് ആകുമ്പോൾ ലൈക്ക് കെമിക്കൽ സ്പില്ലേജ്, അതുപോലെ തന്നെ എന്താ പറയാ നമ്മുടെ ഹോസ്പിറ്റൽസിനകത്തോ ഒക്കെ ഉണ്ടാകുന്ന മെർക്കുറി സ്പില്ലേജ്, അങ്ങനെ പല സാധനങ്ങളൊക്കെ, ഗ്യാസ് ലീക്കേജ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് സ്പില്ലേജ് ഉണ്ടാകുമ്പോൾ, ഡ്രഗ് സ്പില്ലേജ് ഒക്കെ ഉണ്ടാകുമ്പോൾ അത് നോട്ടിഫൈ ചെയ്യാനുള്ള കോഡാണ് കോഡ് ഓറഞ്ച് എന്ന് പറയുന്നത്. സോ ഇറ്റ് നീഡ്സ് ഇമ്മീഡിയറ്റ് അറ്റൻഷൻ. പെട്ടെന്ന് തന്നെ ആ കാര്യങ്ങളിൽ നമ്മൾ മാനേജ് ചെയ്യണം അല്ലെ? അതിന് കൂടുതൽ ശ്രദ്ധ കൊടുക്കണം, പെട്ടെന്ന് അതിന് റിയാക്ട് ചെയ്യണം, അല്ലെങ്കിൽ ഇറ്റ് വിൽ ലീഡ് ടു കണ്ടാമിനേഷൻ ഓഫ് ദ എൻവയോൺമെന്റ്. അതായത് അതൊക്കെ എൻവയോൺമെന്റ് പരിസ്ഥിതിയിൽ മുഴുവനൊക്കെ വ്യാപിക്കാനൊക്കെ അധികം സമയം വേണ്ടിയല്ല. അതുകൊണ്ട് പെട്ടെന്ന് അറ്റൻഷൻ കൊടുക്കേണ്ട ഒരു കാര്യമാണ് നമ്മളുടെ മെറ്റീരിയൽ സ്പില്ലേജ്, ഗ്യാസ് ലീക്കേജ്, അതുപോലെ തന്നെ ഡ്രഗ് സ്പില്ലേജ് ഒക്കെ. ഓക്കെ, സോ അങ്ങനെയുള്ള സമയത്ത് എന്താണ് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ? ആ സ്പില്ലേജ് നമുക്ക് എങ്ങനെ എത്രത്തോളമൊക്കെയുള്ള സ്പില്ലേജ് ആണെന്ന് നോക്കിയിട്ട് we have to remove the patients from patients and also other peoples. മറ്റേ ആളുകളോ പേഷ്യൻസും ഒക്കെ ആ ഭാഗത്ത് അതിന്റെ ചുറ്റുവട്ടത്തൊക്കെ ഉള്ളെങ്കിൽ അവർ എത്രയും പെട്ടെന്ന് മാറ്റുക എന്നുള്ളതാണ്. ഗ്യാസ് ഒക്കെ എൻവയോൺമെന്റിലേക്ക്, പരിസ്ഥിതിയിലേക്ക് മൊത്തം അങ്ങനെ ഞങ്ങളുടെ അറ്റ്മോസ്ഫിയറിൽ മുഴുവൻ വ്യാപിക്കുമ്പോൾ അതിന്റെ ആ ഫ്യൂംസ്, അതിന്റെ ആ മണം, അതിന്റെ ഓർഡറൊക്കെ നമ്മുടെ ശ്വാസകോശത്തിലേക്കൊക്കെ അകത്ത് പോയാലും പ്രശ്നമാണ്. അപ്പൊ അതുകൊണ്ടാണ് എല്ലാ ആളുകളെയും അവിടുന്ന് പെട്ടെന്ന് എല്ലാം മാറ്റുക. അതുപോലെ തന്നെ നമ്മള് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആളുകൾ ആരാണോ ആളെ മിക്ക കോഡ് ഓറഞ്ച് എന്നൊക്കെ പറഞ്ഞിട്ട് വിളിച്ച് അത് വേഗം തന്നെ അത് റിമൂവ് ചെയ്യാനുള്ള, അല്ലെങ്കിൽ അതിനെ പ്രൊട്ടക്ട് ചെയ്യണം, അതിൽ നിന്നും ആളുകളെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള പ്രൊസീജിയേഴ്സ് നടത്തുക. ഇനി മാത്രമല്ല, അത്തരം സാഹചര്യങ്ങൾ, അത്തരം സ്ഥലങ്ങളില് സ്പില്ല് നമുക്ക് വളരെ കൺഫൈൻഡ് ആക്കുക എന്ന് വെച്ചാൽ സ്പില്ലേജിനെ കുറയ്ക്കാനായിട്ട്, അത് ഇനി വ്യാപിപ്പിക്കാനുള്ള ഇട കൊടുക്കാതെ എത്രയും പെട്ടെന്ന് അതിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുക എന്നുള്ളതാണ് കോർഡൻ ഓഫ് ദ ഏരിയ. കോർഡൻ ഓഫ് ദ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക? ആ ഒരു പ്രത്യേക സ്ഥലം എവിടെയാണോ സ്പില്ലേജ് ഉണ്ടായിരുന്നത് ആ സ്ഥലത്ത് നമ്മൾ ഏതെങ്കിലും തരത്തിലുള്ള പോസ്റ്റുകളൊക്കെ ഇങ്ങനെ കൊടുക്കും. വാണിങ്ങിന് വേണ്ടിയിട്ട് പോസ്റ്റ് ഒരു സൈൻ, പ്രളയത്തിലൊക്കെ എന്താ പറയാ, ഇപ്പൊ നമ്മള് വണ്ടികളൊക്കെ നമ്മൾ എവിടെയെങ്കിലും വഴിയിൽ വെച്ചിട്ട് ബ്രേക്ക് ഡൗൺ ആകുമ്പോൾ, വലിയ വണ്ടികളൊക്കെ ബ്രേക്ക് ഡൗൺ ആകുമ്പോൾ രാത്രി കാലങ്ങളിലൊക്കെ ആണെങ്കിൽ ഇതുപോലെയുള്ള റിഫ്ലക്ടേഴ്സ് പോലുള്ളവര്
ഒരു എന്താ പറയാ ട്രയാങ്കുലർ പ്രിസം പോലത്തെ ഒരു സാധനം നമ്മൾ വെച്ചേക്കും. അപ്പൊ വണ്ടികൾ വരുമ്പോ ഇവിടെ ഒരു വണ്ടി ഇങ്ങനെ പാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുമാണ് വണ്ടിയുടെ വെട്ടം അടിക്കുമ്പോൾ ഇത് റിഫ്ലക്ട് ചെയ്യും അല്ലെ, ഒരു ലൈറ്റ്. അപ്പൊ അവിടെ ഒരു വണ്ടി അവിടെ ഇട്ടേരി കാണാം. അല്ലെങ്കിൽ ഇപ്പൊ ചിലപ്പോ ഒരു ശരിക്കായിട്ടുള്ള ഒരു റോഡിൽ കൂടി ഇങ്ങനെ പോകുന്ന സമയത്ത് ചിലപ്പോ നമുക്ക് സൈഡ് കൊടുക്കേണ്ടി വരുമ്പോൾ സൈഡിൽ ഒതുക്കിയിട്ടിരിക്കുന്ന ഈ വണ്ടികൾ ചിലപ്പോൾ വിസിബിൾ ആവില്ല. അതുപോലെ സൈൻ ബോർഡുകൾ വെക്കും. ഇതുപോലെ ഇത്തരം സ്പില്ലേജുകൾ ഉണ്ടാകുന്ന സ്ഥലത്ത് അത് ആദ്യം തന്നെ ഒന്ന് വളയുന്നതോടെ ഇതുപോലെയുള്ള സൈൻ ബോർഡുകൾ എന്തെങ്കിലും സാധനം വെച്ച് ഇങ്ങനെ ഒരു അത് വരമ്പോ വേലിയോ ഒക്കെ പോലെ സൃഷ്ടിക്കാം. വലിയ വേലികളൊന്നും കെട്ടാനല്ല കേട്ടോ, ഇതുപോലെ എന്തെങ്കിലും സൈൻ ബോർഡുകൾ അവിടെ കൊണ്ടുവന്ന് സ്ഥാപിക്കുക. ഇറ്റ് ഈസ് ഫോർ വാർണിംഗ് ടു ദ പേഷ്യൻസ് ആൻഡ് അതർ പീപ്പിൾസ്. വരുന്ന ആളുകൾക്കും പേഷ്യൻസും ഒക്കെ അതിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അവർക്കുള്ള വാർണിംഗ് ആണ്. അതിനകത്തോട്ട് കടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുക. ആൻഡ് ഇത്തരം സ്പില്ലേജസ് ഇറ്റ് ഈസ് കനോട്ട് ക്ലീൻ ഓർ വാഷ് ഇറ്റ്. ഇതുപോലെയുള്ള സ്പില്ലേജ് വരുമ്പോൾ അത് ക്ലീൻ ചെയ്യണം, വാഷ് ചെയ്യണം. നമ്മുടെ PPE ഇല്ലാതെ, എന്താ PPE, പേഴ്സണൽ പ്രൊട്ടക്ഷൻ എക്യുപ്മെന്റ് കേട്ടോ. സ്പില്ലേജ് വേസ്റ്റിലൊക്കെ പഠിച്ചിട്ടുണ്ട്, ചാപ്റ്റർ എടുത്തിട്ടുണ്ടെങ്കിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും ഇല്ലേ. ഫസ്റ്റ് മൊഡ്യൂളിലല്ലേ, ഒന്നാമത്തെ രണ്ടാമത്തെ മൊഡ്യൂളിൽ പെട്ടതാണ് സ്പില്ലേജ് വേസ്റ്റ്. അപ്പൊ നമ്മൾ ഒരുപാട് പ്രാവശ്യം കേട്ടതായിരിക്കും. PPE പേഴ്സണൽ പ്രൊട്ടക്ഷൻ എക്യുപ്മെന്റ് ആണ്. നമ്മുടെ പേഴ്സണൽ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ള എക്യുപ്മെന്റുകൾ ധരിക്കാതെ ആരും അതിനടുത്ത് ചെന്ന് ക്ലീൻ ചെയ്യാനോ ഒന്നും പാടില്ല. ക്ലീനപ്പ് കഴിഞ്ഞതിന് ശേഷം after cleaning that particular position or place or location, the PPE should be all disposed. അതെല്ലാം ഹസാർഡസ് വേസ്റ്റ് ആക്കി മാറ്റി അതിനെയൊക്കെ ഡിസ്പോസ് ചെയ്യണം. ഇത്തരം സാധനങ്ങളിലൊക്കെ എന്തെങ്കിലുമൊക്കെ കയറി പിടിച്ചിട്ടുണ്ടാവും. ഈ സ്പില്ല് ചെയ്തേക്കുന്ന വസ്തു എന്താണോ അത് നമ്മൾ ഇട്ടിരിക്കുന്ന ഡ്രസ്സിലൊക്കെ ഡിസ്പോസിബിൾ ആകുന്ന കാര്യങ്ങളാണല്ലോ. ഇപ്പൊ കൊറോണയൊക്കെ വന്നപ്പോ ആദ്യമൊക്കെ നമ്മുടെ വീടുകളിലൊക്കെ കൊറോണ ആർക്കെങ്കിലും ബാധിച്ചില്ലെങ്കിൽ അവരെ ഹോസ്പിറ്റലിലേക്കൊക്കെ ഷിഫ്റ്റ് ചെയ്യുന്നത് ഇതുപോലെയുള്ള PPE കിറ്റൊക്കെ അതിനകത്തുള്ള സാധനങ്ങളൊക്കെ ധരിച്ചിട്ടാണ് അല്ലെ. കണ്ണു മാത്രമേ പുറത്ത് കാണുന്നുണ്ടായിരുന്നു. ഫുൾ ഗ്ലൗസ്, അതുപോലെ തന്നെ ഒരു നീല ഒരു ഗൗൺ പോലെ അറ്റം വരെയുള്ളത് ഒക്കെ ഡിസ്പോസിബിൾ ആണ്. അതുപോലെ തന്നെ ക്യാപ്പ്, അതായത് നമ്മുടെ ശരീരത്തിലേക്ക് ഇതുപോലെയുള്ള അണുക്കളൊക്കെ കയറാതിരിക്കാനാണ്. അപ്പൊ അങ്ങനെയുള്ള PPE എക്യുപ്മെന്റുകൾ എല്ലാം തന്നെ ധരിച്ച് ഇതൊക്കെ വാഷ് ഔട്ട് ചെയ്യണം, ക്ലീൻ ചെയ്യണം. ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഇറ്റ് ഷുഡ് ബി ഡിസ്പോസ്ഡ്. അതൊക്കെ കൃത്യമായിട്ട് എല്ലാം നല്ല രീതിയിൽ തന്നെ അവിടെ ഇടയ്ക്ക് വലിച്ചെറിയാതെ കൃത്യമായ രീതിയിൽ ഹോസ്പിറ്റൽസിന്റെ പ്രൊസീജിയേഴ്സ് ഓർ റൂൾസ് റെഗുലേഷൻസ് ഓഫ് ഡിസ്പോസൽ, എങ്ങനെയാണ് ഇത്തരം സാധനങ്ങളൊക്കെ ഡിസ്പോസ് ചെയ്യുന്നത്, അതിന്റെ ആ ഒരു റൂൾസ് പ്രകാരം തന്നെ ഇതെല്ലാം ഡിസ്പോസ് ചെയ്യുകയും വേണം. ക്ലിയർ ആയത് ഓറഞ്ച് ആയിട്ടുള്ള കോഡിന് വേണ്ടിയിട്ട് ചെയ്യുന്നതായിരിക്കും. ഇതിനെ കുറിച്ച് ഈ ഒരു സ്പില്ലേജ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഷുഡ് ബി കമ്മ്യൂണിക്കേറ്റഡ് ടു ദ പീപ്പിൾ. ആ ഒരു പർട്ടിക്കുലർ ഏരിയയിലുള്ള ആളുകളുടെ ഒക്കെ അറിയിക്കുക. ഒരു സ്ഥലത്തേക്ക് പോകരുത്, അവിടെ ഒരു സ്പില്ലേജ് ഉണ്ടായിട്ടുണ്ട്, കെമിക്കൽ സ്പില്ലേജോ ഗ്യാസ് ലീക്കേജോ എന്താണെന്ന് വെച്ചാൽ അവിടെ അറിയിക്കുക. ക്ലീനപ്പ് പ്രൊസീജിയേഴ്സ് ഒക്കെ കൃത്യമായിട്ട് ചെയ്യാം. ഇത് ഷുഡ് നോട്ട് ബി അറ്റാച്ച്ഡ് ടു അവർ സ്കിൻ because it becomes contaminated. ചിലപ്പോഴൊക്കെ ഇത് നമ്മളുടെ ശരീരത്തിലേക്കൊക്കെ സ്കിന്നിലേക്കൊക്കെ നേരിട്ട് വരാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ടാണ് PPE ഉപയോഗിക്കണമെന്ന് പറയുന്നത്. ഇനി സ്കിന്നിലേക്ക് എങ്ങാനും ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് കൂടി എങ്ങാനും നമ്മുടെ സ്കിന്നിൽ ഇത് കണ്ടാമിനേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു എന്താ പറയാ കോസ് കാരണമായിട്ടുണ്ടെങ്കിൽ that particular area should be washed and cleaned with the soap for at least 5 minutes. ഒരു 5 മിനിറ്റോളം എങ്കിലും അതിങ്ങനെ വെള്ളം ഒഴുകി ഷവർ ചെയ്യുന്ന പോലെ പക്ഷെ ഓഫ് ചെയ്യുന്നത് ഇങ്ങനെ ഒഴുക്കി തന്നെ 5 മിനിറ്റോളം സോപ്പ് ഉപയോഗിച്ച് ഇങ്ങനെ കഴുകുക എന്നാണ് പറഞ്ഞേക്കുന്നത്. തറോലി കഴുകുക വളരെ കൃത്യമായിട്ട്. അതിനുശേഷം ഈ പറയുന്ന കാര്യങ്ങൾ നമ്മൾ വേണ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ അറിയിക്കുക. അതിലൊന്നാമതാണ് ICN, ഇന്റർനാഷണൽ കൗൺസിൽ ഓഫ് നഴ്സ്. ഇന്റർനാഷണൽ കൗൺസിൽ ഓഫ് നഴ്സിനെ ഇവർ അറിയിക്കുക, അല്ലെങ്കിൽ നഴ്സിംഗ് സൂപ്പർവൈസർ, അല്ലെങ്കിൽ ചീഫ് മെഡിക്കൽ ഓഫീസർ. ഇതൊക്കെ ഈ എക്സ്പോസറൊക്കെ എന്താ പറയാ അറിയിക്കേണ്ടത് ഇവരെയാ. ഇത്തരം എക്സ്പോസേഴ്സ് ഉണ്ടാകുമ്പോൾ ലീക്കേജസ് ഉണ്ടാകുമ്പോൾ ഷുഡ് ബി നോട്ടിഫൈഡ് ടു ഇന്റർനാഷണൽ കൗൺസിൽ ഓഫ് നഴ്സ് ഓർ നഴ്സിംഗ് സൂപ്പർവൈസർ ഓർ ചീഫ് മെഡിക്കൽ ഓഫീസർ. ഇവരൊക്കെ അറിയിക്കുക. ആൻഡ് ഓൾസോ ഹാവ് ടു സീക്ക് മെഡിക്കൽ ഹെൽപ്പ് ഇമ്മീഡിയറ്റ്ലി. പെട്ടെന്ന് തന്നെ വൈദ്യ സഹായം എന്താണോ ഹെൽപ്പ് വേണ്ടത് അതൊക്കെ വേഗം തന്നെ ആവശ്യപ്പെടുക. സോ ദീസ് ആർ ദ തിങ്സ് have to take into consideration when the materials such as drugs, gas and any other chemicals are spilled. ഇതിന് എടുക്കേണ്ട പ്രിക്കോഷൻസ് ആണ് ഈ പറഞ്ഞതെല്ലാം. ക്ലിയർ ആയോ? കോഡ് ഓറഞ്ച് മനസ്സിലായോ? ICN ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് അവിടെ നിന്ന് അതിന്റെ ഒരു ഫുൾ ഫോം ആ നോട്ടിന്റെ സൈഡിൽ തന്നെ എഴുതി വെച്ചോ. ICN, ഇന്റർനാഷണൽ കൗൺസിൽ ഓഫ് നഴ്സ്. ഇന്റർനാഷണൽ കൗൺസിൽ ഓഫ് നഴ്സ്. ഓരോ കോഡ്സും എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് എന്നുള്ളത് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചാൽ മതി.
ഓക്കെ. കോർഡൻ എന്ന് പറഞ്ഞാൽ സർക്കിൾ ഓഫ് ഉണ്ടാവും. കോർഡൻ ചെയ്യാന്ന് പറഞ്ഞാൽ വലയം വെക്കുക. അപ്പൊ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ആ ഒരു പർട്ടിക്കുലർ ഏരിയയുടെ ചുറ്റും കൊണ്ടത് എന്തെങ്കിലുമൊക്കെ ബോർഡുകൾ സൈനുകൾ ഇതാക്കുക. ഗ്യാസ് സ്പില്ലേജ് ആയിട്ടുണ്ട്, അല്ലെങ്കിൽ കെമിക്കൽ സ്പില്ലേജ്, മെർക്കുറി സ്പില്ലേജ് വന്നിട്ടുള്ള പ്രദേശമാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഒരു അപകട സൂചന, അപായ സൂചനയുടെ ഒരു എന്തെങ്കിലുമൊക്കെ പോസ്റ്ററുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും സൈൻ ബോർഡുകളോ കൊണ്ടുവന്ന് സ്ഥാപിക്കുക. അത് ഇങ്ങനെ വളഞ്ഞ് ആ ഒരു പർട്ടിക്കുലർ ഏരിയ മുഴുവൻ കവർ ചെയ്യുന്ന രീതിയിൽ വെക്കണമെന്ന്. അല്ലാണ്ട് ഏതെങ്കിലും ഒരു വശത്ത് മാത്രം വെച്ച് കഴിഞ്ഞാൽ പതിനെട്ട് ഓടി വരുന്ന ആൾക്കാർക്ക് ഇത് കാണുന്നില്ല, അപ്പുറത്തെ സൈഡിലാണ് ഇരിക്കുന്നത് അല്ലെ. അപ്പൊ അത് അതുകൊണ്ട് വളയാകൃതിയിൽ അത് വെച്ചോളാം. യെസ്, ക്ലിയർ അല്ലേ? കോഡ് ഓറഞ്ച് മനസ്സിലായല്ലോ. അടുത്ത കോഡാണ് കോഡ് ബ്ലൂ ആണ്. കാർഡിയാക് റെസ്പിറേറ്ററി അറസ്റ്റ് ആണ്. ഹാർട്ട് അറ്റാക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു കോഡാണ് കോഡ് ബ്ലൂ എന്ന് പറയുന്നത്. So when they see some patients in such a position of cardiac respiratory arrest, ഇതുമായിട്ട് ബന്ധപ്പെട്ട ഹാർട്ട് അറ്റാക്കുമായിട്ട് ബന്ധപ്പെട്ട ശ്വാസം എടുക്കാനോ കുഴഞ്ഞു വീഴുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ അത് പെട്ടെന്ന് തന്നെ കോഡ് ബ്ലൂ ആണ് അതിന് വേണ്ടിയിട്ടുള്ള ഒരു precautions. കോഡ് ബ്ലൂ ആണ് അതിന് വേണ്ടി കൊടുക്കുക. So first of all they have to report it by dialing the emergency operator. എമർജൻസി ഓപ്പറേറ്ററുടെ നമ്പർ ആയിട്ടുള്ള 6664 എന്ന് പറയുന്ന നമ്പറിലേക്ക് പെട്ടെന്ന് തന്നെ എന്താ പറയുക ഡയൽ ചെയ്യുന്നതിനോടൊപ്പം തന്നെ ആൾക്ക് വേണ്ട CPR കൊടുക്കുക. കാർഡിയാക് പൾമണറി റെസിസിറ്റേഷൻ എന്ന് പറയുന്ന ആ ഒരു ആക്ഷൻ, ആ ഒരു പ്രൊസീജിയർ ചെയ്യുക. ആള് കുഴഞ്ഞു വീണക്കാണ് വരേണ്ടവര് ആരാണ് ബന്ധപ്പെട്ട ആൾക്കാരും എത്തിച്ചേരേണ്ടവര് അവർ വരുന്നവരെ നമ്മളിങ്ങനെ വാർപ്പിടിച്ച് നോക്കി നിൽക്കാതെ അവർക്ക് CPR കൊടുക്കുക. അല്ലെങ്കിൽ എന്താ പറയാ ACLS. ACLSന്റെ ഫുൾ ഫോം കേട്ടോ? ACLSന്റെ ഫുൾ ഫോം അറിയോ? അത് നമ്മള് എഴുതി വെച്ചോട്ടാണ്, നേരത്തെ പറഞ്ഞുതരാം, അപ്പൊ എഴുതിയാൽ മതി. അഡ്വാൻസ്ഡ് കാർഡിയോ വാസ്കുലർ ലൈഫ് സപ്പോർട്ട് ആണ് കേട്ടോ. അഡ്വാൻസ്ഡ് കാർഡിയോ ലൈഫ് സപ്പോർട്ട്, അഡ്വാൻസ്ഡ് ലൈഫ് സപ്പോർട്ട് ആണ്. അത് വേണ്ടിയിട്ടുള്ള ആ ഒരു ആക്ഷൻ അതെന്താണോ ചെയ്യേണ്ടത് അതനുസരിച്ച് ചെയ്യാം. ഇനി അത് ആ പ്രൊട്ടോകോൾ അനുസരിച്ചിട്ടാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത്. അതുകൊണ്ട് ഒരു കുഴഞ്ഞു വീഴുന്നതോ അല്ലെങ്കിൽ ഇതുപോലെ കാർഡിയാക് ആയിട്ടുള്ള റെസ്പിറേറ്ററി ഫംഗ്ഷനിങ്ങിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന പേഷ്യൻസും ഉണ്ടെങ്കിൽ കോഡ് ബ്ലൂ പ്രകാരം ഈ ഒരു കാര്യങ്ങളാണ് ആദ്യം ചെയ്യേണ്ടത്. ആദ്യം തന്നെ നമ്മൾ ഡയൽ ചെയ്യാം, എമർജൻസി ഓപ്പറേറ്ററിനെ ഡയൽ ചെയ്ത് ആ കാര്യം അറിയിക്കുക 6664 എന്ന് പറയുന്ന നമ്പറിൽ. അതിനുശേഷം നമ്മൾ CPR കൊടുക്കാനും ACLS ഒക്കെ അവരുടെ ലൈഫ് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി കൊടുക്കുക ആ ഒരു പ്രോട്ടോകോൾ പ്രകാരം. ദെൻ എന്താ പറയാ, ഇപ്പം ഒരു ഏരിയയിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു റൂമിലേക്ക് ഒരുപാട് വിസിറ്റേഴ്സിനൊക്കെ അങ്ങനെ കുഴഞ്ഞു വീഴുന്ന ആളുകൾക്ക് കൂടുതലും ഒരു ഇച്ചിരി എയർ പാസേജ് ഒക്കെ ഉള്ള സ്ഥലമായിരിക്കും. അതുകൊണ്ട് തന്നെ അവിടെയൊക്കെ പെട്ടെന്ന് റിമൂവ് ചെയ്യാം. അങ്ങനെ ആളുകളൊക്കെ തിങ്ങി കൂടിയൊക്കെ നിൽക്കണമെങ്കിൽ അവരെയൊക്കെ വേഗം ഒഴിവാക്കുക. കാരണം ഡൽഹിയുടെ ഫ്രഷ് എയർ അപ്പൊ ഒരു നല്ലൊരു ശ്വസിക്കാൻ ഓൾറെഡി തടസ്സമാണ് ആൾക്ക്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതും കൂടി ആയി കഴിയുമ്പോൾ ഭയങ്കര കൺജസ്റ്റഡ് ആകും. സോ ഇറ്റ് വിൽ ബി ഡിഫിക്കൽട്ട്, കൂടുതലും അവർക്ക് ബുദ്ധിമുട്ട് വരും. അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. Then they have to follow the code blue policies. Code bluവിന്റേതായ ചില പോളിസീസും പ്രൊസീജിയേഴ്സ് ഉണ്ട്. അത് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. അതിനെ കുറിച്ചാണ് ഫ്ലെബോട്ടമി. ഫ്ലെബോട്ടമി ആരാ? ഫ്ലെബോട്ടമിസ്റ്റ്. ഫ്ലെബോട്ടമി എന്ന് പറയുന്നത് നമ്മളുടെ എന്താ പറയാ ബ്ലഡോ അല്ലെങ്കിൽ ബ്ലഡ് എടുത്തിട്ട് പരിശോധിക്കാനോ അല്ലെങ്കിൽ നമ്മുടെ ബോഡിക്കകത്ത് ഏതെങ്കിലും ഫ്ലൂയിഡ് എടുക്കാനോ ഫ്ലൂയിഡ് അകത്തോട്ട് കയറ്റാനോ ഒക്കെ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ആ ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള വർക്കർ ജോലിക്കാര് ആരാണ് ഫ്ലെബോട്ടമിസ്റ്റ് എന്ന് പറയുന്നത്. ആ ഒരു സ്ഥലത്തേക്ക് നമ്മൾ വേഗം തന്നെ വിവരം അറിയിക്കുക ഫ്ലെബോട്ടമിയില്. കാരണം അവിടെ നിന്ന് ആള് വരണം ഇവരുടെ എന്താ പറയാ ബ്ലഡിന്റെ സർക്കുലേഷൻ മറ്റു കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ടാണ്. ബ്ലഡ് അകത്തോട്ട് വിടാനോ അല്ലെങ്കിൽ പുറത്തേക്ക് എന്തെങ്കിലും ഫ്ലൂയിഡുകളോ അതിനൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ. ആൻഡ് ഓൾസോ ECG സർവീസസ്. അപ്പൊ ഇതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ സജ്ജീകരണങ്ങൾ അക്കോർഡിംഗ് ടു കോഡ് ബ്ലൂ പോളിസിക്സ് പ്രകാരം ചെയ്യുക. ECGയിലേക്കും അതുപോലെ തന്നെ ഫ്ലെബോട്ടമിയിലേക്കും ആളയച്ചോ അല്ലെങ്കിൽ വിവരം അറിയിച്ചോ എങ്ങനെയെങ്കിലും അവിടേക്ക് കാര്യങ്ങൾ എത്തിക്കുക. അതിനുശേഷം എന്താ പറയാ അതിനകത്ത് പിന്നെ വരുന്ന കാര്യങ്ങൾ നോർമൽ പ്രൊസീജിയേഴ്സ് ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഡോക്ടേഴ്സൊക്കെ അവർ ഉണ്ടായിരിക്കും അല്ലെ. അവിടെയുള്ള ഹെൽത്ത് ടീം അല്ലെങ്കിൽ ടീം മെമ്പേഴ്സ് റിലേറ്റഡ് ടു കാർഡിയാക്കുമായിട്ട് ബന്ധപ്പെട്ടുള്ള ടീം ആരാണ് അവരുടെ നോർമൽ ആയിട്ടുള്ള ഓപ്പറേഷൻസ് താൽക്കാലികമായിട്ട് റെസ്യൂം ചെയ്തിട്ട് നിർത്തി വെച്ചിട്ട് എന്ത് ചെയ്യണം, ഈ CPR ഏരിയയിലേക്ക് അല്ലെങ്കിൽ കാർഡിയാക് അറസ്റ്റ് ആയിട്ടുള്ള ആളുകളിലേക്ക് എത്തുക വേഗം തന്നെ. മനസ്സിലായി? മറ്റ് നോർമൽ ആക്ടിവിറ്റീസ് ഒക്കെ കുറച്ച് നേരത്തേക്ക് നിർത്തി വെച്ചിട്ട് വേഗം വന്ന് ഈ പറയുന്ന ആൾക്ക് അസിസ്റ്റ് ചെയ്യാൻ വേണ്ടി അവരുടെ ലൈഫ് സപ്പോർട്ടിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക.
എന്നുള്ളതാണ്. അപ്പൊ ഇതൊക്കെയാണ് കോഡ് ബ്ലൂവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. കോഡ് ബ്ലൂ എന്ന് പറയുന്നത് കാർഡിയാക് റെസ്പിറേറ്ററി അറസ്റ്റിന് വേണ്ടിയിട്ടുള്ളതാണ്. ക്ലിയർ ആയോ? മനസ്സിലായോ? യെസ്. അപ്പൊ അതിന്റെ ഒന്ന് ഫുൾ ഫോം എഴുതി വെക്കുക. CPR, കാർഡിയോ പൾമണറി റെസിസിറ്റേഷൻ. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് കേട്ടോ. ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ഇൻ ഹോസ്പിറ്റൽസിൽ CPR ഓൾറെഡി പറഞ്ഞു തന്നിട്ടുണ്ട്. ACLS എഴുതിക്കോ. ACLS എന്ന് എഴുതിയിട്ട് അതിന്റെ ഒരു ഹൈഫൻ ഇട്ടിട്ട് അതിന്റെ ഇത് എഴുതുക, ഫുൾ ഫോം എഴുതുക. അഡ്വാൻസ്ഡ് കാർഡിയോ, CARDIO, അഡ്വാൻസ്ഡ് കാർഡിയോ വാസ്കുലർ, കാർഡിയോവാസ്കുലർ ആണ് കേട്ടോ. അഡ്വാൻസ്ഡ് കാർഡിയോ വാസ്കുലർ ലൈഫ് സപ്പോർട്ട്. CPR പറയണോ? കാർഡിയോ പൾമണറി, PULMNORY, പൾമണറി റെസിസിറ്റേഷൻ, RESISCITATION, resuscitation, RESISCITATION. യെസ്. അടുത്തത് കോഡ് യെല്ലോ ആണ്. കോഡ് യെല്ലോ എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? എക്സ്റ്റേണൽ ഡിസാസ്റ്റർ, പുറത്ത്, ഹോസ്പിറ്റൽസിനകത്തല്ല, പുറത്തുനിന്നുള്ള ഒരു ഏതെങ്കിലും തരത്തിലുള്ള ഡിസാസ്റ്റർ ഇൻഫോർം ടു ദ ഹോസ്പിറ്റൽസിലേക്ക് അതിനെ കുറിച്ചുള്ള അറിവുകൾ വരുമ്പോൾ, പുറത്തൊരു ഡിസാസ്റ്റർ നടന്നു അതിനെ കുറിച്ചുള്ള ഇൻഫോർമേഷൻസ് റിസീവ് ചെയ്യുന്ന ഹോസ്പിറ്റലിലേക്ക് അത്തരം ഇൻഫോർമേഷൻസ് റിസീവ് ചെയ്യുമ്പോൾ നമുക്കറിയാം there will be excess of patients there rather than normal cases. സാധാരണഗതിയിലുള്ളതിനേക്കാൾ കൂടുതൽ എണ്ണം പേഷ്യൻസ് ഹോസ്പിറ്റൽസിലേക്ക് വരാൻ സാധ്യതയുണ്ട്. അപ്പൊ മുന്നറിയിപ്പാണത്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ളതാണ് കോഡ് യെല്ലോ മേജർ എന്ന് പറയുന്നത് കേട്ടോ. മേജർ ആയിട്ടുള്ള ഡിസാസ്റ്റേഴ്സിന് വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ they have to locate and follow every emergency action plans. നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു ഹോസ്പിറ്റൽസിൽ they have to be prepared at any time the disaster may occur. അതിനു വേണ്ടിയിട്ട് എല്ലാ ഹോസ്പിറ്റൽസും എപ്പോഴും തയ്യാറായിരിക്കുന്നു. അപ്പൊ നമ്മൾ തയ്യാറാകാൻ വേണ്ടിയിട്ട് എന്ത് പറഞ്ഞിട്ടുണ്ട്? കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ ഈ ചാപ്റ്ററിന്റെ ചില ഭാഗങ്ങളിൽ നമ്മൾ പറഞ്ഞതാ ലാബ് അതിനു വേണ്ടിയിട്ട് എപ്പോഴും എന്താ പറയാ എല്ലാ ഹോസ്പിറ്റൽസിനോടും ആവശ്യപ്പെടുന്ന കാര്യമാണ് once in a year they have to rehearse such plans. ഇത്തരം പ്ലാനുകളൊക്കെ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ ആ പ്ലാനിങ്ങിന്റെ ആ ഒരു കാര്യം നടപ്പിലാക്കി എല്ലാ വർഷത്തിലും ഒരു പ്രാവശ്യം അതൊന്ന് റിഹേഴ്സൽ ആയിട്ട് ചെയ്തു നോക്കണം. കാരണം ഇപ്പൊ നമ്മള് ഇതൊക്കെ എനിക്കറിയാം, കണ്ടു കേട്ടു അല്ലെങ്കിൽ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ ഒരു ആക്ഷൻ പ്രവർത്തനം വരുമ്പോ അത് പ്രാക്ടിക്കലായിട്ട് ചെയ്യേണ്ടി വരുമ്പോ എത്രത്തോളം ഗുഡ് ആകുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. സോ എന്ത് ചെയ്യണം? അതൊന്ന് റിഹേഴ്സൽ ചെയ്യണം. ഒരു പ്രാവശ്യം എങ്കിലും എന്നാണ്, 2 പ്രാവശ്യം നിർത്തിയത്, പക്ഷെ ഒരു പ്രാവശ്യം എങ്കിലും അത് ചെയ്തു നോക്കണം വർഷത്തിൽ. അപ്പൊ പെട്ടെന്ന് ആക്ഷൻസ് ഒക്കെ നമുക്ക് ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ആക്ഷൻസ് ആക്ടിവേറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ ചെയ്യാം. ഇത്തരം such an alert is given, ഈ പറയുന്ന കാര്യങ്ങൾ ഇൻഫർമേഷൻസ് കിട്ടിയുമ്പോൾ അലേർട്ട് ഈസ് ടു ബി ഗിവൻ ടു all departments and different areas of the hospital. ഹോസ്പിറ്റലിന്റെ എല്ലാ ഡിപ്പാർട്ട്മെന്റിലേക്കോ അല്ലെങ്കിൽ പല ഏരിയയിലേക്കോ അവര് വേഗം തന്നെ they have to active അവരുടെ ആക്ഷൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്. ഓരോ ആളുകളെയും ഓരോ കാര്യങ്ങളും ഏൽപ്പിച്ചിട്ടുണ്ട്, ഓരോ ഗ്രൂപ്പിലെയും അവരെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് ചെയ്യാനുള്ള ഒരു മുന്നറിയിപ്പ് നൽകാൻ വേണ്ടിയിട്ട് എല്ലാവരെയും ജാഗ്രതരാക്കുക. എല്ലാവർക്കും ഇൻഫർമേഷൻസ് പാസ് ചെയ്യാം. ആൻഡ് ഓൾസോ എമർജൻസി പ്രൊസീജിയേഴ്സ് മാനുവലായി ചെയ്യേണ്ട കാര്യങ്ങളും അല്ലാതെ ചെയ്യുന്നത് വേഗം തന്നെ എല്ലാം ഓക്കെ ആക്കാം കേട്ടോ. ചീഫ് മെഡിക്കൽ ഓഫീസറിനെ വിവരം അറിയിക്കുക. എമർജൻസി ഓപ്പറേഷൻ സെന്ററിലേക്ക് വിവരം അറിയിക്കുക. ഇൻചാർജ് ആയിട്ടുള്ള എമർജൻസി ഓപ്പറേഷൻ സെന്ററിന്റെ ഇൻചാർജ് ആരാണോ അവരെ, അല്ലെങ്കിൽ നഴ്സിംഗിന്റെ ഇൻചാർജ്, ഇവരെയൊക്കെ വേഗം തന്നെ കണ്ടെത്തുക. കാര്യങ്ങളൊക്കെ വിവരം വേഗം തന്നെ അറിയിക്കുക. കാരണം പുറത്തുനിന്ന് വരുന്ന ആ ഡിസാസ്റ്ററിൽ നിന്ന് കൊണ്ടുവരുന്ന ഇൻഫ്ലക്സ് ഓഫ് പേഷ്യൻസ്, കാഷ്വാലിറ്റീസ് പേഷ്യൻസ് ഉണ്ടെങ്കിൽ അവരെയൊക്കെ നമുക്ക് മര്യാദയ്ക്ക് ട്രീറ്റ് ചെയ്യണം. അപ്പൊ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും ആക്റ്റീവ് ആകണം. അവരവർ ചെയ്യുന്ന എമർജൻസി ഓപ്പറേഷൻസ് എല്ലാം അവര് കൃത്യമായിട്ട് മാനുവലായിട്ട് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം അവർ അറേഞ്ച് ചെയ്യണം. CMOനെ വിവരം അറിയിക്കണം. ഇൻചാർജ് നഴ്സിംഗ് ഇൻചാർജിന് വിവരം അറിയിക്കണം. അതുപോലെ തന്നെ എമർജൻസി ഓപ്പറേഷൻ സെന്ററിൽ കാര്യങ്ങൾ ഇൻഫോം ചെയ്യണം, റിപ്പോർട്ട് ചെയ്യണം. ക്ലിയർ ആയോ?
മനസ്സിലായോ? കോഡ് യെല്ലോ മേജർ ഫോർ എക്സ്റ്റേണൽ ഡിസാസ്റ്ററിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇനി എന്താ പറയാ, എമർജൻസി റൂം ഡിപ്പാർട്ട്മെന്റിന്റെ ഫെസിലിറ്റീസും സ്റ്റാറ്റസ് ഒക്കെ വേഗം തന്നെ ചെക്ക് ചെയ്യാം. എമർജൻസി റൂം എന്ന് പറഞ്ഞാൽ എന്തിനു വേണ്ടിയിട്ടാ? എമർജൻസി കാഷ്വാലിറ്റീസിനെ കൊണ്ടുവരുമ്പോൾ ഡീൽ ചെയ്യാനുള്ളതാണ്. അപ്പൊ അവിടെയുള്ള എക്യുപ്മെന്റുകളും അവിടെ ആവശ്യത്തിന് മെഡിസിൻസും സപ്ലൈസും ഒക്കെ ഓൾറെഡി ഉണ്ടോ എന്നുള്ളതൊക്കെ ചെക്ക് ചെയ്യണം. അവിടുത്തെ ഫെസിലിറ്റീസ് എവറിത്തിങ് ഇൻക്ലൂഡിങ് സ്റ്റാഫുകളും ആവശ്യത്തിനുണ്ടോ എന്നൊക്കെ ഉള്ളത് കൃത്യമായിട്ട് നോക്കുക. എമർജൻസി റൂം ഉണ്ടാവട്ടെ, പക്ഷെ ഈ പറഞ്ഞ സജ്ജീകരണങ്ങളില്ല, മെഡിസിൻസ് ഇല്ല, ആളുകളില്ല എന്ന് വെച്ചാൽ കാര്യമില്ലല്ലോ. ഹോസ്പിറ്റലിലെ എമർജൻസിയിലേക്ക് ഓടിക്കൊണ്ട് കയറ്റാനും പറ്റില്ല. കാരണം ഓൾറെഡി പ്രോപ്പർ ആയിട്ടുള്ള നോർമൽ ഫംഗ്ഷനിങ്ങിന് ഒരു ഹോസ്പിറ്റലില് എമർജൻസി ഡിപ്പാർട്ട്മെന്റ്. പക്ഷെ അത് കൂടാതെ ഇത്തരം എമർജൻസീസിനെ ഹാൻഡിൽ ചെയ്യാനായിട്ട് നമ്മള് ഡിസാസ്റ്റർ പ്ലാനിൽ ഓൾറെഡി നേരത്തെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് പെട്ടെന്ന് കൊണ്ടുവരിക. അതിന് വേണ്ടിയുള്ള സപ്ലൈസും കാര്യങ്ങളൊക്കെ അതിന്റെ സ്റ്റാഫും കൃത്യമായിട്ട് ഉണ്ടായിരിക്കാം. Then also it should be reported to the particular department. അതുപോലെ തന്നെ ഇൻചാർജുകളെയും കോർഡിനേറ്റേഴ്സിനെയും വേണ്ട ഡിപ്പാർട്ട്മെന്റുകളൊക്കെ വിവരം അറിയിക്കുക. All the department have to send extra staff. അവരുടെ എമർജൻസി റൂമിലേക്ക്, എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്ക് പെട്ടെന്ന് തന്നെ അവിടെയുള്ള എക്സസൈസുകൾ കൂടുതലുള്ള സ്റ്റാഫുകളൊക്കെ എന്താ പറയാ അമിതമായിട്ട് എന്ന് വെച്ചാൽ നോർമൽ ഫംഗ്ഷനിങ് ഒരാളെങ്കിലും മതി, ബാക്കി 1-2 പേര് കൂടുതലൊക്കെ ഉണ്ടെങ്കിൽ അവരെ നമുക്ക് വേണമെങ്കിൽ ഈ ഒരു എമർജൻസി സിറ്റുവേഷൻ റിക്കവർ ചെയ്യാനായിട്ട് വിടാം അല്ലെ. അപ്പൊ അതിനുള്ള സജ്ജീകരണങ്ങളൊക്കെ എല്ലാ ഡിപ്പാർട്ട്മെന്റിലും ചെയ്യണം. ഓക്കെ, ക്ലിയർ ആയോ? കോഡ് യെല്ലോ മേജർ ക്ലിയർ. Then the designated staffs, ഓരോരുത്തർക്കും കിട്ടിയിരിക്കുന്ന ജോലികളുണ്ടല്ലോ. ഓൾറെഡി പ്ലാനിങ്ങിൽ ഇന്ന ആളുകൾ ഇന്ന കാര്യങ്ങൾ ചെയ്യണമെന്ന് ഡിസാസ്റ്ററിൽ കൊണ്ടുവരുന്ന ആക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന നേരത്തെ തന്നെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഓൾ ദാറ്റ് സ്റ്റാഫ് ഷുഡ് അറൈവ് അറ്റ് ദാറ്റ് പ്ലേസ്. അവരവരുടെ റോളുകൾ ചെയ്യാൻ വേണ്ടിയിട്ട് എമർജൻസി എന്താ പറയാ റൂമിലേക്ക് എത്തിച്ചേരുക. ജോബ് ആക്ഷൻ ചെയ്യുക. അപ്പൊ ഓരോരുത്തർക്കും ചെയ്ത ജോലിയുടെ കാര്യങ്ങൾ അവർക്ക് അവിടെ ചെല്ലുമ്പോൾ തന്നെ കിട്ടും. സോ ഓൾ ദ അതർ സ്റ്റാഫ് ഓൺ ഡ്യൂട്ടി, മറ്റ് സ്റ്റാഫുകളും ഓൺ ഡ്യൂട്ടിയിലൊക്കെ ഉണ്ടെങ്കിൽ എന്താ പറയാ ഈ ഇആറിലേക്ക് വേണ്ട ആളുകളെ ആവശ്യത്തിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ബാക്കി ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നോർമൽ ആയിട്ടുള്ള ഓപ്പറേഷൻസ് അവർക്ക് വേണമെങ്കിൽ ചെയ്യാം. ബാക്കി എക്സസൈസുകൾ ഇവിടെ ഉണ്ടല്ലോ. അപ്പൊ ഇനി ആവശ്യമില്ലാന്നുണ്ടെങ്കിൽ പിന്നെ കുറെ ആൾക്കാരെ കൊണ്ടുവരേണ്ട ആവശ്യമില്ല. ബിക്കോസ് ഒരു ഹോസ്പിറ്റലിൽ നമുക്കറിയാം നോർമൽ ഫംഗ്ഷനിങ്ങിൽ സ്റ്റാഫ് ഒരു എല്ലാ ഡെയിലി റുട്ടീനിലും വരുന്ന പേഷ്യൻസിനെയൊക്കെ ഹാൻഡിൽ ചെയ്യാനായിട്ട് എന്തായാലും കുറച്ച് സ്റ്റാഫ് വേണം. അതിന് അമിതമായവരൊക്കെ അധികം ഉണ്ടെങ്കിൽ ഇത്തരം എമർജൻസി സിറ്റുവേഷൻസിൽ നമുക്ക് എന്ത് ചെയ്യാം, മാറ്റാം എമർജൻസി ഓപ്പറേഷൻ റൂമിലേക്കൊക്കെ. അപ്പൊ അങ്ങനെ മാറ്റുമ്പോൾ ബാക്കിയുള്ളവർക്ക് അവരുടെ നോർമൽ ഡ്യൂട്ടീസ് ഒക്കെ ചെയ്യാൻ സാധിക്കുന്നതാണ്. ബിക്കോസ് അവിടെയും എമർജൻസി ഉണ്ടല്ലോ. ഹോസ്പിറ്റലിൽ ഓൾറെഡി ഒരു എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. ഇത് എക്സ്ട്രാ എടുത്ത് വരുന്ന എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ആണ്. കാരണം താൽക്കാലികമായിട്ട്, ടെമ്പററി ആയിട്ട്. ബിക്കോസ് ഇത് ഒരു കുറച്ച് നേരത്തേക്കാണുള്ളൂ. കാരണം ഡിസാസ്റ്ററിന്റെ ആ ഒരു കാര്യമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ആ ഒരു എമർജൻസി ഡിപ്പാർട്ട്മെന്റ് അവിടെ നിന്ന് നമ്മൾ മാറ്റും അല്ലെ. അപ്പൊ അതവിടെ ഉണ്ടാവില്ല. പക്ഷെ ആ താൽക്കാലികമായിട്ടുള്ള ആ സമയത്തേക്ക് വേണ്ട സ്റ്റാഫിനെ അതുപോലെ ഇൻചാർജ് ആയിട്ടുള്ള ആളുകളെ ഒക്കെ അവരവരുടെ ജോബൊക്കെ ഏൽപ്പിച്ചിട്ട് ബാക്കിയുള്ളവർക്ക് അവരവരുടെ ഡ്യൂട്ടിയിലേക്ക്, നോർമൽ ഡ്യൂട്ടീസിലേക്ക് ഒക്കെ പോകാവുന്നതാണ്. ക്ലിയർ ആയോ? ഇതൊക്കെ നമുക്ക് സാധാരണ ഗതിയിൽ മനസ്സിലാക്കാനുള്ളതായിരിക്കും. കാരണം വെച്ചാൽ നമുക്കറിയാം ഹോസ്പിറ്റൽസിൽ ഒരു നോർമൽ ഫംഗ്ഷനിങ് ഉണ്ട്. ഒരു രാവിലെ തുടങ്ങി അല്ലെങ്കിൽ വൈകുന്നേരം 24 hours എന്താ പറയാ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഹോസ്പിറ്റൽ എന്ന് നമുക്കറിയാം. സോ അതിനനുസരിച്ച് ഷിഫ്റ്റ് ആയിട്ടൊക്കെ ഡ്യൂട്ടീസ് ചെയ്യുന്ന ഒരുപാട് സ്റ്റാഫ് മെമ്പേഴ്സ് അവിടെ ഉണ്ട് അല്ലെ. അപ്പൊ അവരവരുടെ ഡ്യൂട്ടി അവരുടെ നോർമൽ ഫംഗ്ഷനിൽ അവരങ്ങനെയാ ചെയ്യാം. പക്ഷെ ഇത്തരം ഡിസാസ്റ്റർ ഒക്കെ ചെയ്യുമ്പോൾ ഒരു നൈറ്റ് ഡ്യൂട്ടി ഉള്ള ആളാണ്, പകലെപ്പോഴെങ്കിലും ആണ് നമുക്ക് എന്ത് ചെയ്യുക, ഏതെങ്കിലും ഡിസാസ്റ്റർ ഉണ്ടായി നൈറ്റ് ഡ്യൂട്ടി ഉള്ള ആൾ കാലത്ത് ആ സമയം കഴിഞ്ഞ് അവർക്ക് അവരുടെ വീടുകളിൽ പോകാം, അല്ലെങ്കിൽ ഹോസ്റ്റലിലാണെങ്കിൽ അവരുടെ പോയി അവിടെ റെസ്റ്റ് ചെയ്യുന്നു. പക്ഷെ ഇൻ സച്ച് കേസസ്, ഇത്തരം സാഹചര്യങ്ങളിൽ ഇവരെയൊക്കെ ചിലപ്പോൾ എന്ത് ചെയ്യും, ഓൺ കോളിൽ ഇവർ എത്തണം. ഇങ്ങനെ ഡിസാസ്റ്റർ ഉണ്ട്, സോ പെട്ടെന്ന് വരണം. അങ്ങനെയാണെങ്കിൽ ഇവർ വേഗം ചെല്ലണം. അവരുടെ എന്താ പറയാ ഡ്യൂട്ടിക്ക് വേണ്ടിയിട്ട്, അടുത്ത നൈറ്റ് ഡ്യൂട്ടിക്ക് വേണ്ടിയിട്ട് റെസ്റ്റ് ചെയ്യുന്ന സമയമൊക്കെ ചിലപ്പോൾ ഒഴിവാക്കിയിട്ട് ഇവർ വേഗം വരേണ്ടി വരും. അങ്ങനെയുള്ളവരെയൊക്കെ ഉൾപ്പെടുത്തി എല്ലാ കാര്യങ്ങളും ആക്ടിവേറ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യം when an external disaster occurs. എക്സ്റ്റേണൽ ആയിട്ടുള്ള പുറത്തുനിന്നുള്ള ഒരു ഡിസാസ്റ്ററിനെ സംബന്ധിക്കുന്ന ഇൻഫോർമേഷൻ കിട്ടിയാൽ ചെയ്യേണ്ട കാര്യമാണ് ഈ പറയുന്നത്. കോഡ് യെല്ലോ ആണ് എക്സ്റ്റേണൽ ഡിസാസ്റ്റർ ഒക്കെ ചെയ്യുമ്പോൾ വരുന്ന കോഡ്. ക്ലിയർ ആയോ? മനസ്സിലായോ?
എല്ലാവർക്കും മനസ്സിലായോ? സെക്കൻഡ്. ഓക്കെ ആണല്ലോ? ഇവിടെ ഫുൾ ഫോം നമുക്ക് പറയാനില്ലല്ലോ, എല്ലാത്തിനും അറിയാലോ. CMO ചീഫ് മെഡിക്കൽ ഓഫീസർ ആണ് കേട്ടോ. ഓരോന്നിനൊക്കെ ഓരോ കോഡുകളുണ്ട്. നഴ്സിംഗ് ഇൻചാർജ്, നഴ്സിംഗ് അഡ്മിനിസ്ട്രേറ്റർക്ക്, ER ഡിപ്പാർട്ട്മെന്റിലേക്ക് ഒക്കെ ഓരോ കോഡ് നമ്മൾ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. ഇതൊക്കെ ഓരോ കോഡുണ്ട്. നമ്മള് പഠിക്കൊന്നും വേണ്ട, ബിക്കോസ് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. കഴിഞ്ഞ ദിവസം നമ്മൾ ഓരോ കോഡുകളുണ്ടല്ലോ അല്ലെ, 5000 എന്ന് പറയുന്ന ഒരു കോഡ് കണ്ടു. അതുപോലെ ഓരോന്നിനും 1745 സെക്യൂരിറ്റി സൂപ്പർവൈസറിന്റെ കോഡ്, അങ്ങനെ കുറെ കോഡ്സ് ഒക്കെ ഇവിടെ ഉണ്ട്. ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. അപ്പൊ ഈ ഒരു കോഡ് വിളിക്കുമ്പോൾ അല്ലെങ്കിൽ ആ കോഡ് അലേർട്ട് ആകുന്ന സമയത്ത് അവരൊക്കെയാണ് പെട്ടെന്ന് എന്ത് ചെയ്യേണ്ടത്, റിയാക്ട് ചെയ്യേണ്ടത്. ഓക്കെ, മനസ്സിലായല്ലോ? അങ്ങോട്ട് അടുത്തത് കോഡ് വയലറ്റ് ആണ്. എന്താണ് കോഡ് വയലറ്റ്? എന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. ഡെപ്പിക്ട് ചെയ്യുന്നത് ഔട്ട് ഓഫ് കൺട്രോൾ പേഷ്യൻസിന് വേണ്ടിയിട്ടാണ്. ചില ഇൻഡിവിജ്വൽസ് ഓർ പേഷ്യൻസ് മേ ബി ഔട്ട് ഓഫ് കൺട്രോൾ, അവർക്ക് ഇങ്ങനെ നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ചില പേഷ്യൻസ് അല്ലെ, ചിലപ്പോ മെന്റലി ഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ളവരോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ, അങ്ങനെയുള്ള ചില പേഷ്യൻസ് എന്താ പറയാ, നഴ്സിംഗിന്റെ സമയത്ത്, അതായത് ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവര് നമ്മളോട് കോപ്പറേറ്റ് ചെയ്യില്ല. അവരവരുടേതായ രീതിയിൽ ചിലപ്പോൾ അവരുടെ അസുഖത്തിന്റെ ഒരു ഭാഗമായിരിക്കാം ബി കൺട്രോൾഡ് ബൈ ദ നഴ്സിംഗ് ഇൻചാർജ് ഓർ നഴ്സസ്. അവരെ ഹാൻഡിൽ ചെയ്യുന്ന ആൾക്കാർ, ഡോക്ടേഴ്സ് ആയിക്കോട്ടെ, നഴ്സസ് ആയിക്കോട്ടെ, അവരെ ഹാൻഡിൽ ചെയ്യുമ്പോൾ അവരെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള പേഷ്യൻസ് ആണെങ്കിൽ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ടുള്ളതാണ് കോഡ് വയലറ്റ്. കോഡ് വയലറ്റ് ഷുഡ് നോട്ട് ബി ആക്ടിവേറ്റഡ് വേർ എ ഗൺ ഓർ വെപ്പൺ മേ ബി ഇൻവോൾവ്. ചില പേഷ്യൻസ് എന്തായാലും ഇങ്ങനെ സഹകരിക്കില്ല എന്ന് മാത്രമല്ല, ഇവരോട് എന്താ പറയാ കൈ വെച്ചിട്ട് അല്ലെങ്കിൽ മാനുവലി അവർ ചിലപ്പോൾ ഫിസിക്കലി അവരെ അറ്റാക്ക് ചെയ്യാനൊക്കെ ശ്രമിക്കുന്ന പേഷ്യൻസ് ഒക്കെ ഉണ്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ ചില പേഷ്യൻസ് ചില പേഷ്യൻസ് ഒക്കെ വരുമ്പോഴേ അവരുടെ കയ്യിൽ വല്ല എന്താ പറയുക കത്തിയോ ഗണ്ണോ അങ്ങനെയുള്ള എന്തെങ്കിലും വെപ്പൺസ്, ആയുധങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കോഡ് വയലറ്റ് പെട്ടെന്ന് ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് പാടില്ല. കാരണം അവര് എങ്ങനെ പ്രവർത്തിക്കും പറയാൻ പറ്റില്ല. മനസ്സിലായോ? കാരണം ഇതൊക്കെ വിരൽ തുമ്പിലാണല്ലോ. അപ്പൊ പെട്ടെന്ന് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ആളെ പെട്ടെന്ന് അറ്റാക്ക് ചെയ്യാനായിട്ടുള്ള സാധ്യത കൂടുതലുണ്ട്. അതുകൊണ്ട് അത്തരം സാഹചര്യങ്ങൾ പാടില്ല എന്നുള്ളത് ഒരു നോട്ടായിട്ട് അവിടെ തന്നിട്ടുണ്ട് അല്ലെ. അല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ആയുധങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോഡ് വയലറ്റ് ആക്റ്റീവ് ആക്കുക. അതിന് വേണ്ടിയിട്ട് എമർജൻസി നമ്പർ, കോഡ് വയലറ്റിന്റെ എമർജൻസി നമ്പർ ഡയൽ ചെയ്യുക. അത് പെട്ടെന്ന് തന്നെ ഇതിനൊരു കോഡ് വയലറ്റിന്റെ ഒരു സാധനം എവിടെയാണ്, ഏത് ലൊക്കേഷൻ ആണെന്നൊക്കെ പറഞ്ഞിട്ട് അവരെ അറിയിക്കുക. സോ എന്നിട്ട് പിന്നെ കോൺടാക്ട് ചെയ്യേണ്ട തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി വിഭാഗമാണ്. സെക്യൂരിറ്റീസിനെയാണ് ഇവരെ അറിയിക്കേണ്ടത്. ആൻഡ് ഓൾസോ ദ നഴ്സിംഗ് സൂപ്പർവൈസർ പെട്ടെന്ന് തന്നെ ഇതിനെ ഇവരെ അറിയിക്കുക. പിന്നെ സ്ഥലത്ത് ഇന്നൊരു പേഷ്യന്റ് ഇങ്ങനെയായിട്ടുള്ളത് പെട്ടെന്ന് അറിയിക്കാം. സെക്യൂരിറ്റി ആൻഡ് ഓൾസോ ദ നഴ്സിംഗ് ഇൻചാർജ് ഹാവ് ടു ബി, നഴ്സിംഗ് സൂപ്പർവൈസർ ഹാവ് ടു ബി പ്രസന്റ് അറ്റ് ദാറ്റ് ടൈം. മനസ്സിലായോ? അവരാണ് പെട്ടെന്ന് ഓടി കഴിഞ്ഞൊക്കെ വരുന്നത്. ഇനി മാത്രമല്ല, നമ്മൾ അവരെ എന്താ പറയാ അത്ര ഔട്ട് ഓഫ് കൺട്രോളായിട്ടുള്ളവരെ അവരോട് ശാന്തരാക്കാനോ അല്ലെങ്കിൽ അവരോട് ഏതെങ്കിലും രീതിയിൽ അവരെ എന്താ പറയാ വയലന്റ് ആയിട്ട് നിൽക്കുകയാണല്ലോ, വയലന്റ് ആയിട്ട് നിൽക്കുന്നവരെ നമ്മൾ ശാന്തരാക്കാനൊക്കെ നമ്മൾ അന്നേരം അറ്റംപ്റ്റ് ചെയ്യാണ്ടിരിക്കുക പരമാവധി. കാരണം ഈ പറയില്ലേ, വിട്ടാൻ വരുന്ന പോത്തിന്റെ വേദം പോയിട്ട് കാര്യമില്ലാന്ന് കേട്ടിട്ടില്ലേ, ഒരു പ്രോവർബ് അങ്ങനെ ഉണ്ടല്ലോ അല്ലെ. അപ്പൊ അതുപോലെ ആവണ്ട. കാരണം അവര് അത്രയും ആ ഒരു ഔട്ട് ഓഫ് കൺട്രോൾ മൈൻഡിൽ നിൽക്കുകയാണ്, മെന്റലി അവർ ഡിസ്റ്റർബ് ആണ്. അത്തരം സാഹചര്യത്തിൽ അവരോട് നമ്മൾ എത്ര അനുനയിപ്പിക്കാൻ ചിലപ്പോൾ നോക്കിയാലും അവര് നമ്മുടെ കൺട്രോളിലേക്ക് വരാൻ സാധ്യതയില്ല. സോ അത് അവരെ അവിടെ വെയിറ്റ് ചെയ്യുക ടിൽ ദ സെക്യൂരിറ്റി റീച്ച്. നമ്മുടെ സെക്യൂരിറ്റി വരുന്നത് വരെ സെക്യൂരിറ്റി ആണ് അതിന് വേണ്ടിയിട്ട് റെസ്പോണ്ട് ചെയ്യേണ്ടത്. പേഴ്സണൽസ്, അതായത് ആൾക്ക് വേണ്ട സഹായം മറ്റുള്ള അസിസ്റ്റൻസിലേക്ക് വിളിച്ചിട്ട് വന്നിട്ടാണ് ചില ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കൊടുത്ത് ആളെ ഒന്ന് ശാന്തരാക്കാനായിട്ട് പാടുള്ളൂ. അല്ലാണ്ട് നമ്മളായിട്ട് നഴ്സസോ അല്ലെങ്കിൽ ഡോക്ടേഴ്സോ ഒക്കെ അതിന് വേണ്ടിയിട്ട് മുതിർന്നിട്ട് കാര്യമില്ല. ഓക്കെ,
മാത്രമല്ല ഈ പറയുന്ന വെപ്പൺസ് ആയുധധാരികളായിട്ടുള്ള ഇത്തരം ഇൻഡിവിജ്വൽസിനെ നമ്മൾ നേരിടാതിരിക്കുന്നതാണ് ബുദ്ധി. അവരവന്റെ എന്താ പറയാ ജീവന് നല്ലതാണ്. ഓക്കെ, സോ ദീസ് ആർ ദ തിങ്സ് ഇൻ ഗോഡ് കോൾഡ് വയലറ്റ്. അപ്പൊ കോൾഡ് വയലറ്റ് ഇതാണെന്ന് ഓർക്കുക, ഔട്ട് ഓഫ് കൺട്രോൾ ഇൻഡിവിജ്വൽസിന് വേണ്ടിയിട്ടാണ്. ആൻഡ് ഓൾസോ സെയിം തിങ് അതേസമയം തന്നെ പറയുന്ന കാര്യമാണ്, when they have some weapons or gun in their hand, നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, കോൾഡ് വയലറ്റ് ആക്റ്റീവ് ആക്കാനായിട്ട് പാടില്ല. മനസ്സിലായോ? കോൾഡ് വയലറ്റ് ക്ലിയർ ആയി? മനസ്സിലായെന്ന് പറയാം. നിങ്ങൾ മനസ്സിലായെന്ന് പറഞ്ഞല്ല ഞാൻ അടുത്ത് എനിക്ക് പോകുന്നു. And the last called cold brown. ഇപ്പുറത്തിരുന്ന് തമ്പിട്ട് അവരെ കാണുന്നില്ലല്ലോ. തമ്പ് രേഷ്മ അവിടെ ഇടയ്ക്ക് തമ്പിട്ടല്ലോ നിങ്ങളുടെ രേഷ്മയൊക്കെ പോയാ, ഇത്രയും പോയോ? യെസ്, ക്ലിയർ അല്ലേ? ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് കോൾഡ് ബ്രൗൺ. അടുത്തത് കോൾഡ് ബ്രൗൺ ആണ്. നേരത്തെ നമ്മള് ഒരു എന്താ പറയാ ലേബർ റൂമിൽ നിന്ന്, അതുപോലെ തന്നെ വാർഡുകളിൽ നിന്ന്, പീഡിയാട്രിക് ഫ്ലോറിൽ നിന്നൊക്കെ മിസ്സിംഗ് ആകുന്ന കുട്ടികളുടെ ഒരു കോഡ് നമ്മൾ പഠിച്ചിരുന്നു. അത് ഏത് കോഡായിരുന്നു? കോഡ് പിങ്ക്. കൊച്ചുകുട്ടികളാണ്, അതുകൊണ്ട് കോഡ് പിങ്ക് ആണ്. ഇത് പിങ്ക് മാറി കുറച്ചുകൂടി ഡാർക്കായി. കേൾക്കാൻ പറ്റില്ലേ? അർജുന് കേൾക്കാൻ പറ്റില്ലേ? ബാക്കി ആർക്കെങ്കിലും ഞാൻ പറ, ആർക്കും കേൾക്കാൻ പറ്റുള്ള സൗണ്ട് ഇപ്പൊ പറഞ്ഞാണോ? ഹലോ, കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ. തമ്പൊന്ന് നോക്കിയാ അർജുൻ. പിന്നെ രേഷ്മയ്ക്ക് കേൾക്കാൻ പറ്റില്ല. രേഷ്മ കേൾക്കാം. അപ്പൊ അർജുൻ മാത്രമാണ്. അർജുൻ പെട്ടെന്നൊന്ന് ലീവ് ചെയ്തിട്ട് റിജോയിൻ ചെയ്യാട്ടാ. അർജുന് മാത്രം കേൾക്കാനുള്ളതാണ്. ഓക്കെ, യെസ്. അപ്പൊ കേൾക്കാൻ പറ്റും, ക്ലാരിറ്റി കുറവാണ്. നമ്മള് എന്താ പറയാ, നമ്മുടെ ഓഡിയോ സിസ്റ്റം ഒക്കെ ചിലപ്പോൾ ചീറ്റായി പോയില്ല. പറയണം, കുറച്ച് നല്ല ഓഡിയോ സിസ്റ്റം ഒക്കെ വാങ്ങിച്ച് നോക്കട്ടെ എന്താ പറ്റിയിരുന്നത്. ഓഡിയോക്ക് ഈ ക്ലാസ്സിലാണെന്ന് തോന്നുന്നത് കൂടുതൽ പറഞ്ഞത്. മിക്കപ്പോഴും ഞാൻ വരുമ്പോഴാണ് ഈ ക്ലാസ്സിൽ സൗണ്ട് ചെയ്യാന്ന് പറയുന്നത്. അതെന്തോ എനിക്ക് തോന്നുന്നത് വേറെ എന്തോ കയറിയിട്ടുണ്ടാവും അതിനകത്ത്. അല്ലാണ്ട് വേറെ പറ്റി ടീച്ചർ പറഞ്ഞപ്പോ പോയപ്പോ ടീച്ചർ ഇവിടെ നിങ്ങളുടെ ടീച്ചറോട് പറഞ്ഞിരുന്നോ ക്ലാസ് സൗണ്ട് ഇല്ല, സൗണ്ട് ക്ലിയർ അല്ല എന്ന് പറഞ്ഞോ? ഞാൻ വരുമ്പോ മാത്രമേ എന്തോ കുഴപ്പമുണ്ട് അതിന്. കണ്ട, അതാ പറഞ്ഞേ, ഞാൻ വന്നപ്പോഴാണ് പ്രശ്നം. ഒന്നാമതേ നമ്മള് ഇപ്പൊ കേൾക്കണ്ട് എന്താച്ചൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ അത് നമ്മുടെ കമ്പ്യൂട്ടറിനും സൗണ്ട് സിസ്റ്റത്തിനൊക്കെ നന്നായിട്ട് എഫക്ട് ചെയ്യുന്നല്ലേ. അപ്പൊ ശരി, ഓക്കെ അല്ല. അപ്പൊ കോഡ് ബ്രൗൺ ലാസ്റ്റ് കോഡാണ്. അതുകൂടി പറഞ്ഞിട്ട് നമുക്ക് കാര്യം പറയാം. അപ്പൊ ഇതെന്താണെന്നറിയാമോ? അപ്പൊ നേരത്തെ കോഡ് പിങ്ക് ഫോർ മിസ്സിംഗ് ഇൻഫന്റ് ഓർ ചൈൽഡ് ആണ്. കുഞ്ഞ് ശിശുക്കളോ അല്ലെങ്കിൽ കൊച്ചു കുട്ടികളെയൊക്കെ മിസ്സാകുന്നതിന് വേണ്ടിയിട്ടുള്ള കോഡാണ്. അങ്ങനെ മിസ്സാകുമ്പോൾ ഉണ്ടാകുന്ന ആക്റ്റീവ് ആകുന്ന കോഡാണ് കോഡ് പിങ്ക്. ആൻഡ് ഇവിടെ എന്ന് പറയുന്നത് കോഡ് ബ്രൗൺ അഡൽട്ട് പേഷ്യന്റ് മിസ്സാകുക, അല്ലെങ്കിൽ എന്താ പറയാ ലോസ്റ്റ് ഫ്രം ദ ഹോസ്പിറ്റൽ, അതായത് ഓടിപ്പോകും ചിലപ്പോൾ. ആബ്സ്കൗണ്ടഡ് പേഷ്യൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മള് എന്താ പറയാ മെഡിക്കൽ റെക്കോർഡ്സിലൊക്കെ കിട്ടുന്നുണ്ടോ ചാപ്റ്റർ? മെഡിക്കൽ റെക്കോർഡ് ചാപ്റ്റർ ഇതിന് തൊട്ട് മുന്നത്തെ ചാപ്റ്റർ ആരാ ഏത് ടീച്ചർ എടുക്കണമെന്ന് വെച്ചാൽ എടുത്തോ ഇല്ലെന്ന് എനിക്കറിയില്ല. എടുത്തോ മെഡിക്കൽ റെക്കോർഡ്സ്? എനിക്ക് അതിനെ കുറിച്ച് കാര്യങ്ങൾ വിശദമായി ചോദിക്കാനുണ്ട്. ഏതൊക്കെ ചാപ്റ്റർ എടുത്തു ഇല്ല എന്നൊക്കെ ചോദിക്കാനുണ്ട്. ഇത് തീർത്തിട്ടാണ് എനിക്ക് ആ കുറച്ച് കാര്യങ്ങൾ കൂടി നോക്കാൻ വേണ്ടി എടുത്തു. അപ്പൊ നമ്മൾ അവിടെ കേട്ടില്ലേ ആബ്സ്കൗണ്ടഡ് പേഷ്യൻസിനെ? ആബ്സ്കൗണ്ടഡ് അതായത് നമ്മുടെ ഹോസ്പിറ്റൽസിൽ കൊണ്ടുവന്ന് ചിലപ്പോ അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന പേഷ്യൻസെ ചിലപ്പോഴൊക്കെ മിസ്സായി പോകും. നമ്മൾ സിനിമയിലൊക്കെ അങ്ങനെ കണ്ടിട്ടുണ്ടല്ലേ, മിസ്സായി പോകുന്നത്, ഓടിപ്പോകും. അല്ല വലിയ ചിലപ്പോ ഇത്തരം കുറ്റകൃത്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാരെ പോലീസൊക്കെ പിടിച്ചു വന്നിട്ട് ഹോസ്പിറ്റൽസിലെ രോഗം വന്നെങ്കിൽ ചികിത്സിക്കണമല്ലോ, അത് കഴിഞ്ഞിട്ടല്ലേ ബാക്കി കേസും കാര്യങ്ങളൊക്കെ അവിടെ കൊണ്ടൊക്കെ അഡ്മിറ്റ് ചെയ്തിട്ടൊക്കെ പോകും. ചിലപ്പോ ആരും അറിയാതൊക്കെ നിങ്ങള് എഴുന്നേറ്റൊക്കെ പോകും. ഓക്കെ, ജനുവിലല്ലാത്ത ആൾക്കാരാണെങ്കിൽ. അപ്പൊ അങ്ങനെയുള്ള പേഷ്യൻസിന് വേണ്ടിയിട്ടുള്ളതാണ് കോഡ് ബ്രൗൺ. അങ്ങനെ പേഷ്യന്റ് ഓർ പേഷ്യൻസ് ആർ മിസ്സിംഗ് ഫ്രം ദ പേഷ്യന്റ് കെയർ യൂണിറ്റിൽ നിന്നോ അല്ലെങ്കിൽ ഒ.പി വിഭാഗത്തിൽ നിന്നോ ഒ.പിയിൽ വന്നിട്ട് പോയവരോ അങ്ങനെയൊക്കെ ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണ്, അല്ലെങ്കിൽ ഒളിച്ചോടി പോകും. ഓക്കെ, അങ്ങനെയുള്ള പേഷ്യൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എന്ത് ചെയ്യണം? ഗോ ഫോർ റിസർച്ച്. തീർച്ചയായിട്ടും അവിടെ എവിടെയാണ് അന്വേഷിച്ച് കണ്ടുപിടിക്കണം.
എവിടെയാണെന്ന് അന്വേഷിക്കണം. ഹോസ്പിറ്റൽസുകാർ തന്നെ അതിന്റെ മുൻകൈ എടുക്കണം. ഇനി നമ്മൾ കുറെ അന്വേഷിക്കും. If it is not, if they are not found, or if the patient does not return, ചിലപ്പോൾ മിസ്സായി, ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോൾ എവിടെയെങ്കിലും പോയിട്ട് തിരിച്ചു വരും. ചിലരൊക്കെ തിരിച്ചു വന്നിട്ടില്ല എങ്കിൽ അത് പെട്ടെന്ന് തന്നെ ഓപ്പറേറ്ററിനെ ഇവരെ അറിയിക്കുക. ആൻഡ് ടു ആക്ടിവേറ്റ് കോഡ് ബ്രൗൺ ആക്റ്റീവ് ആക്കാനായിട്ട് അല്ലെങ്കിൽ അതിനുള്ള ഇനീഷ്യേഷൻ എടുക്കാനായിട്ട് ഓപ്പറേറ്ററിനെ ഇവരെ അറിയിക്കുക. And also it should be notified to the security. പിന്നെയും ഇതും അതെ, സെക്യൂരിറ്റി ഓഫീസറിനെ തന്നെയാണ് ഇവരെ അറിയിക്കേണ്ടത്. കാരണം ഹോസ്പിറ്റലിന്റെ സുരക്ഷിതത്വത്തിനും എന്താ പറയാ ഇതിനൊക്കെ വേണ്ടിയിട്ടാണ്. അപ്പൊ തീർച്ചയായിട്ടും സെക്യൂരിറ്റിക്കാരന്റെ ഒരു ജോബ് അവിടെ വരുന്നുണ്ട്, അല്ലെങ്കിൽ അവർക്ക് ജോലി ചെയ്യുന്ന ഒരു സാഹചര്യം. ആൻഡ് ഓൾസോ എന്താ പറയാ ഈ പേഷ്യന്റ് ആരാണ് മിസ്സായവരെന്ന് സെക്യൂരിറ്റി ഓഫീസർക്ക് അറിയാൻ പറ്റില്ല. ബിക്കോസ് കാരണം ഇവിടെ അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന പല പല സ്ഥലങ്ങളിലോ എന്താ പറയാ വാർഡ്സിലോ അല്ലെങ്കിൽ റൂംസിലൊക്കെ ആണെങ്കിൽ ആരാണ് മിസ്സായെന്ന് അറിയില്ല. സോ ഹാവ് ടു ഗിവ് സം ഫിസിക്കൽ ഡിസ്ക്രിപ്ഷൻ അബൌട്ട് ദ പേഷ്യന്റ്. പേഷ്യന്റിന്റെ ആ ഫിസിക്കൽ അപ്പിയറൻസ്, ആളെ എങ്ങനെ ഇരിക്കുന്നു, ഏത് രൂപത്തിലുള്ള ആളാണ്, പിന്നെ മാത്രമല്ല എന്ത് ടൈപ്പ് ഓഫ് ക്ലോത്തിങ് ആണ് ആള് വേറെ ചെയ്തിരിക്കുന്നത്, എന്ത് ഉടുപ്പാ ധരിച്ചേക്കണം, ഏത് കളറിലുള്ളതാണ്. കാരണം ആ മിസ്സാകുന്ന സമയത്ത് ആൾ ധരിച്ചിരിക്കുന്ന വേഷം, ആളുടെ രൂപം ഒക്കെ ഒന്ന് കൃത്യമായിട്ട് ഡിസ്ക്രൈബ് ചെയ്ത് കൊടുക്കണം. ഓക്കെ. ആൻഡ് ഓൾസോ ഇറ്റ് ഷുഡ് ബി നോട്ടിഫൈഡ് ടു ദ SMA, സോഷ്യൽ മീഡിയ ഏജൻസിനെ. അത് തിരിച്ചു വന്നില്ലെങ്കിലാണ് കേട്ടോ, കുറെ നേരം അല്ലെങ്കിൽ ദിവസമായിട്ടും വന്നിട്ടില്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഏജൻസീസിനെയൊക്കെ അറിയിക്കാം, അല്ലെങ്കിൽ ഗസ്റ്റ് റിലേഷൻ മാനേജറിനെ അറിയിക്കാം, ഇവരെ അറിയിക്കാം. ഓക്കെ. ഇത് പുറത്തേക്കൊക്കെ ഇൻഫോർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നവരാണെങ്കിൽ അപ്പൊ തീർച്ചയായിട്ടും അവരെ അറിയിക്കുക. കാര്യം പേഷ്യന്റ് എക്സ്പൗണ്ടഡ് ആണ്, അല്ലെങ്കിൽ ഒരു മിസ്സിംഗ് ആണ്, അല്ലെങ്കിൽ എലോബ്ഡ് ആണ്. എലോബ്ഡ് മീൻസ് ഒളിച്ചോടുക കേട്ടോ. കാര്യം വിവരങ്ങൾ കൃത്യമായിട്ട് അവരെ അറിയിക്കുക. ഇനി നോട്ടിഫൈ കാണാതാക്കുമ്പോ ആരാണ് ഇപ്പൊ നഴ്സസ് ഒക്കെ ആയിരിക്കും ഇത് ആള് മിസ്സിംഗ് ആണെന്നൊക്കെ കാണുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഫിസിഷ്യൻ, നമ്മളെ ഈ പറയുന്ന പേഷ്യന്റിനെ അറ്റൻഡ് ചെയ്യുന്ന ഫിസിഷ്യൻ ആരാണോ അവരെ അറിയിക്കുക. കാര്യം അവരെയും അറിയിക്കുക. ഒരു ഹോസ്പിറ്റലിൽ അറ്റൻഡ് ചെയ്തിരിക്കുന്ന ഒരാള് മിസ്സിംഗ് ആണെങ്കിൽ ആ ആളെ നോക്കുന്ന ഡോക്ടേഴ്സ് ഉണ്ടാകുമല്ലോ, അവരെയും കാര്യം അറിയിക്കുക. മറ്റ് സ്റ്റാഫുകളെ ഓൺ കോളിൽ വിളിക്കുക, അവരെയൊക്കെ വിവരം അറിയിക്കുക. നഴ്സിംഗ് സൂപ്പർവൈസർ, പിന്നെ ആ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന ആള് ആരാണോ അവര്. പിന്നെ മാത്രമല്ല ഓൾസോ ഷുഡ് ബി നോട്ടിഫൈഡ് ടു ദ ഫാമിലി മെമ്പേഴ്സ് ആയിരുന്നുണ്ടെങ്കിൽ അത് കൃത്യമായ രീതിയിൽ വിശദീകരണമായിട്ട് അത് പറഞ്ഞ് അറിയിക്കുക. നഴ്സിംഗ് സൂപ്പർവൈസർ ഹാവ് ടു കോൺടാക്ട് ദ നഴ്സിംഗ് അഡ്മിനിസ്ട്രേറ്റർ. ഹോസ്പിറ്റലിന്റെ അഡ്മിനിസ്ട്രേറ്ററിനെയും എന്താ പറയാ നഴ്സിംഗ് സൂപ്പർവൈസർ കോൺടാക്ട് ചെയ്യുക, പേഷ്യന്റ് മിസ്സിംഗ് ആണ് എന്നുള്ളത്. Then also the hospital administrator will have to contact the police for notification. ഇവരെ കാണാണ്ടായി എന്നുള്ള വിവരം അറിയിക്കാൻ വേണ്ടിയിട്ട് പോലീസിനെ കോൺടാക്ട് ചെയ്യുന്നത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ആയിരിക്കും, അതായത് നിങ്ങളാണ്. ഓക്കെ. ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഹോസ്പിറ്റൽസിൽ നടക്കുന്ന കാര്യങ്ങളാണ്. എല്ലായ്പ്പോഴും നമ്മൾ ഇതൊക്കെ ഒന്നും അറിയുന്നില്ല എന്ന് മാത്രം. നമുക്ക് ഹോസ്പിറ്റലിൽ പോവുക, ഡോക്ടറെ കാണുക, മരുന്ന് വാങ്ങി തിരിച്ചു വരിക. 2 ദിവസം കിടക്കാനായി കിടന്ന് നമ്മൾ പോയിരുന്നു. പക്ഷെ ഇത്തരം കാര്യങ്ങളൊന്നും ചിലപ്പോൾ നമ്മൾ അറിഞ്ഞൊന്നും വരില്ല. ഓക്കെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇൻഫോം ചെയ്യുന്നത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആണ് പോലീസിനെ ഇൻഫോം ചെയ്യേണ്ടത്. ക്ലിയർ ആയോ? കോഡ് ബ്രൗൺ. യെസ്. പിന്നെ സോഷ്യൽ വർക്ക്, അതായത് ഹോസ്പിറ്റൽസിലെ MSW മെഡിക്കൽ സോഷ്യൽ വർക്ക്സ് ഒക്കെ ചെയ്യുന്ന സ്റ്റാഫുകള്, നഴ്സിംഗ് സ്റ്റാഫ്, ഇവരൊക്കെ ഈ പേഷ്യന്റിന്റെ എന്താ പറയാ പേഷ്യന്റ് മിസ്സിംഗ് ആണെങ്കിൽ പേഷ്യന്റിന്റെ ഫാമിലിയൊക്കെ ഭയങ്കര അതിനെ കുറിച്ച് ഓർത്ത് എന്താ പറയാ വറീഡ് ആയിരിക്കും. അവർ ഭയങ്കര പേടിച്ചിരിക്കാനും. സോ അവരെയൊക്കെ ആശ്വസിപ്പിക്കാനും അവർക്ക് വേണ്ട ഹെൽപ്പുകളൊക്കെ കൊടുക്കാനും ഒക്കെ ഇത്തരം ക്രൈസിസിൽ ആരാ ഹെൽപ്പ് ചെയ്യുന്ന നഴ്സിംഗ് സ്റ്റാഫും അതുപോലെ തന്നെ സോഷ്യൽ വർക്കേഴ്സും. ഹോസ്പിറ്റൽസിലെ MSW മെഡിക്കൽ സോഷ്യൽ വർക്കേഴ്സ് ഒക്കെ ഉണ്ട്. അവർ വന്നിട്ടാണ് ഇവരെ ഒന്ന് സമാധാനിപ്പിക്കുക, ആശ്വസിപ്പിക്കുക ചെയ്യേണ്ടത്. ആൻഡ് ഓൾസോ when the patient is located, പേഷ്യന്റിനെ കണ്ടെത്തിയെങ്കിൽ ഇൻചാർജിനെ വേഗം നഴ്സിംഗ് ഇൻചാർജിനെയും നഴ്സിംഗ് സൂപ്പർവൈസറിനെയൊക്കെ പെട്ടെന്ന് വിവരം അറിയിക്കുക. ആളെ ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പേഷ്യന്റിന്റെ സ്റ്റേറ്റസ് ലൊക്കേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോ ഇപ്പോഴേ ഇങ്ങനത്തെ സ്ഥിതിയിലാണ് പേഷ്യന്റ് തിരിച്ചു വന്നേക്കണേ. പോയപ്പോ ഇങ്ങനെയായിരുന്നു, പക്ഷെ തിരിച്ചു വന്നത് ഈ രീതിയിലാണ്, ഇപ്പോഴത്തെ നിലയ്ക്ക് എങ്ങനെയാണെന്നുണ്ട് മനസ്സിലാക്കി കൊടുക്കുക, വിളിച്ചറിയിച്ച് നഴ്സിംഗ് സൂപ്പർവൈസർ ഒക്കെ. ഇനി മാത്രമല്ല നഴ്സിംഗ് സൂപ്പർവൈസർ ഹാവ് ടു നോട്ടിഫൈ ദ അഡ്മിനിസ്ട്രേറ്റർ. അഡ്മിനിസ്ട്രേറ്റർ ഇങ്ങനെ തർക്കമഞ്ഞ് പോലീസിലൊക്കെ അറിയിച്ചിരിക്കാമല്ലോ. അപ്പൊ ആളെയും അറിയിക്കാതെ ആള് തിരിച്ചു വന്നിട്ടുണ്ട്, അവരുടെ റിട്ടേൺ സ്റ്റാറ്റസ്, പേഷ്യന്റിന്റെ റിട്ടേൺ സ്റ്റാറ്റസ് പറയുക. ആൻഡ് ഓൾസോ ഇൻചാർജ് നഴ്സ് ഹാവ് ടു കോൺടാക്ട് ദ ഫിസിഷ്യൻ. ഇവരൊക്കെ തർക്കമായി നടക്കായിരിക്കും പേഷ്യന്റിനെ കാണാനില്ലെന്ന് പറഞ്ഞിട്ട്. അപ്പൊ കണ്ടെത്തി കഴിഞ്ഞിട്ട് ഇതൊക്കെ തിരിച്ചറിയിക്കണം, അതെ ആളെ കിട്ടിയിട്ടുണ്ട്,
ആളുടെ സ്റ്റേറ്റസ് ഇതാണ് എന്ന് അഡ്മിനിസ്ട്രേറ്ററെ അറിയിക്കുക, ഫിസിഷ്യനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരെ അറിയിക്കുക, ആരെയൊക്കെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടോ, കൂട്ടുകാരോട് പറഞ്ഞിട്ടുണ്ടോ അവരെ അറിയിക്കുക. Everything has to be reported that the patient has returned. പേഷ്യന്റ് തിരിച്ചു വന്നു എന്നുള്ള കാര്യം എല്ലാവരെയും കൃത്യമായിട്ട് അറിയിക്കാം. ആൻഡ് ഓൾസോ അവസാനം അവരുടെ പേഷ്യന്റിന്റെ ഡോക്യുമെന്റുകളും അവരുടെ ഇതൊക്കെ എടുത്ത് പേഷ്യന്റിന്റെ സ്റ്റാറ്റസ് ഒക്കെ നോക്കി വിലയിരുത്തുക. ഇങ്ങനെ എന്ത് അസുഖം ഏതായിട്ട് പോയതാണോ അല്ലെങ്കിൽ എന്ത് കാരണം കൊണ്ടൊക്കെ പോയതെന്ന് അറിയണമല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഡോക്യുമെന്റ്സ് ഒക്കെ എടുത്ത് പരിശോധിച്ച് പേഷ്യന്റ് സ്റ്റാറ്റസ് അസസ് ചെയ്യാം. ക്ലിയർ ആയോ? ബ്രൗൺ ക്ലിയർ ആണോ? മനസ്സിലായി? ഓക്കെ. സോ അത്രയാണ് നമുക്ക് ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഞാൻ പറഞ്ഞു ഈ കോഡ് റെഡ് തുടങ്ങി നമ്മൾ ഇത്രയും കോഡ്സ് പഠിച്ചിട്ടുണ്ട്. ഈ കോഡുകളിലെ ഫസ്റ്റ് ബോക്സ്, അതായത് ഫസ്റ്റ് കോളം സെക്കൻഡ് കോളമാണ് നിങ്ങൾ കൂടുതലും പഠിക്കേണ്ടത്. അതായത് എക്സാമിന് വേണ്ടി. ബാക്കി പഠിക്കേണ്ടതല്ല, ബാക്കിയൊക്കെ നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കി വെക്കുക. കാരണം ഇത്തരം കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യാനായിട്ട് കൂടുതൽ സ്ഥലത്ത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന്റെ റോളുകൾ വരുന്നുണ്ട്. അതുകൊണ്ട് ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. ഇതൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നത് അയ്യോ ഡിസാസ്റ്റർ മാനേജ്മെന്റിൽ നമുക്ക് റോളില്ല എന്ന് വിചാരിച്ചിരിക്കരുത് കേട്ടോ. ഡിസാസ്റ്ററിൽ പല രീതിയിലുള്ള ദുരന്തങ്ങളാണ് പറഞ്ഞാൽ അത് ഹോസ്പിറ്റൽസിനകത്തും പുറത്തുനിന്നുള്ളതും ഒക്കെ ഉണ്ട് അല്ലെ. അപ്പൊ ഇതൊക്കെ ദുരന്തങ്ങളൊക്കെ ഒഴിവാക്കാനായിട്ട് അല്ലെങ്കിൽ അതിന്റെ സമയത്ത് ആക്റ്റീവ് ആകാനായിട്ട് നമുക്ക് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സിന് വളരെയധികം റോൾസ് ആണ് ഉള്ളത്. സോ അതൊക്കെ മനസ്സിലാക്കിയിരിക്കും. ഓക്കെ, പഠിക്കാനാണെങ്കിൽ എക്സാംസിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് കോളം മീൻസ് കോഡ്, ആ കോഡ് എന്തിനു വേണ്ടിയിട്ടുള്ളതാണെന്നും ആണ് നമ്മൾ പഠിക്കേണ്ടത്. അല്ല എല്ലാ കോഡ്സും ഇമ്പോർട്ടന്റ് ആണ്. എല്ലാ കോഡുകളും ഇമ്പോർട്ടന്റ് ആണ്. ഒന്നും രണ്ടും കോഡ് മാത്രമല്ലേ പഠിക്കാൻ പറഞ്ഞുള്ളൂ. ഫസ്റ്റും സെക്കൻഡും കോളം ഇങ്ങനെ കോഡ് വൈലറ്റ്, അതിന് തൊട്ടപ്പുറത്ത് കോളം അസിസ്റ്റൻസ് ഇഫ് നീഡഡ് വിത്ത് ആൻഡ് ഔട്ട് ഓഫ് കൺട്രോൾ ഇൻഡിവിജ്വൽസ് ഓർ പേഷ്യൻസ്. അതായത് ഔട്ട് ഓഫ് കൺട്രോൾ ആയിട്ടുള്ള പേഷ്യൻസോ ഇൻഡിവിജ്വൽസോ ഹോസ്പിറ്റൽസിനകത്ത് വരുമ്പോൾ അവർക്ക് സഹായം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കോഡ് വൈലറ്റ്. ആ രണ്ട് കോളം മനസ്സിലായോ? ആ രണ്ട് കോളം മൊത്തം 5 കോളമാണ് കിടക്കുന്നത്. അതിൽ ആദ്യത്തെ 2 കോളമാണ് നമുക്ക് പഠിക്കേണ്ടത്. എല്ലാ കോളും പഠിക്കണം. റൈറ്റ്? മനസ്സിലായോ? യെസ്. പിന്നെ എല്ലാവരും ന്യൂ ഇയർ ഒക്കെ നന്നായിട്ട് ആഘോഷിച്ചില്ലേ? കുറെ പേരൊക്കെ ഇന്നലെ ഇത്രയും പേര് ഉണ്ടായില്ല തോന്നുന്നു ക്ലാസ്സില്. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. കുറച്ച് പേര് ഉണ്ടായിരുന്നു. ന്യൂ ഇയറിന് വേണ്ടി അവർക്ക് നന്നായി ആഘോഷിച്ചോ? നമ്മുടെ സൗണ്ട് ഒക്കെ ശരിയായോ? സൗണ്ട് ശരി ഓക്കെ ആയോ? അർജുൻ കേൾക്കാൻ പറ്റുന്നുണ്ട്? അർജുൻ പോയാ വന്നാ? ഹലോ അർജുൻ. അർജുൻ നേരത്തെ പാട്ടൊക്കെ പാടുണ്ടായില്ലോ ഇവിടെ ഇരുന്ന്. പോയാ? ആള് പോയി. ഹലോ കേൾക്കാം. ഇപ്പൊ കേൾക്കാൻ പറ്റുന്നുണ്ട് അല്ലേ? എന്താണോ പെട്ടെന്ന് ഇത്രയും നേരം കേൾക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായില്ല. അർജുൻ ഭയങ്കര പാട്ടൊക്കെ പാടുണ്ടായില്ലോ ഇവിടെ നേരത്തെ. പുറത്തു നിന്ന് കേട്ടതാ. എന്താണ് പാട്ട് പാടാനായിട്ടുള്ള ഒരു എന്താ പറയാ പുതിയ വർഷത്തില് ഒരു പാട്ടൊക്കെ പാടാന്ന് ചോദിച്ചപ്പോ നല്ല പാട്ടായിരുന്നോ അർജുന്റെ? ബാക്കിയുള്ളവരെന്ന് പറഞ്ഞേ സൗണ്ട് കേട്ട് നല്ല പാട്ടായിരുന്നോ? ഓ പാട്ടുകാരായിട്ട് അർജുൻ മാത്രമുള്ള ഇവിടെ. അർജുന്റെ പാട്ടൊക്കെ നിങ്ങൾ കേൾക്കും അല്ലെ? വെരി ഗുഡ്. ഓ ഭയങ്കര ഹാർട്ടൊക്കെ വന്നിട്ടുണ്ട്. ഇതേ അർജുൻ മിണ്ടുന്നില്ലല്ലോ. സൂപ്പറായിരുന്നു. ഞാൻ മൈക്ക് മ്യൂട്ട് ആയിരുന്നെന്ന്. അൺമ്യൂട്ട് ചെയ്ത് അറിഞ്ഞില്ല. മൈക്ക് അൺമ്യൂട്ട്
ഓക്കെ ഓക്കെ ഓക്കെ. അത് പാട്ട് പാടുന്ന കാര്യം ഞാൻ അവിടെ പുറത്ത് കേട്ടു, ഒരു ചെറിയ സൗണ്ടിലാണ് കേട്ടത്. അപ്പൊ ആരെങ്കിലും നമ്മളുടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ക്ലാസ്സിൽ അങ്ങനെ പാട്ടോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊന്നും നമ്മൾ പറയാൻ പ്രവർത്തിക്കുകയോ ചെയ്യാറില്ല. ബിക്കോസ് നമ്മുടെ ഒന്നാമത് നമ്മുടെ ക്ലാസ്സുകളുടെ ഡ്യൂറേഷൻ വളരെ കുറവാണ്. ആ ഒരു പർട്ടിക്കുലർ ടൈമിൽ നമ്മൾ കോഴ്സ് തീരണം. പിന്നെ ഇൻ ബിറ്റ്വീൻ ഇടയ്ക്ക് ഇപ്പൊ ക്രിസ്മസിന്റെ കുറച്ച് അവധികളും നമുക്ക് കുറച്ച് ക്ലാസ്സുകളൊക്കെ നമുക്ക് പോയിട്ടുണ്ട്. ഒരു 8 ക്ലാസ് തന്നെ പോയിട്ടുണ്ട്. നേരെ 4 ദിവസം 2 ക്ലാസ് വെച്ച് 4 2 അല്ലേ, 8 ക്ലാസ് നേരെ അവിടെ തന്നെ പോയിട്ടുണ്ട്. അതിന് മുമ്പ് ഒരു ദിവസം ക്ലാസ് മിസ്സായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അവധി പോകുമ്പോ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ചിലപ്പോൾ ബുദ്ധിമുട്ടും. അതുകൊണ്ട് നമ്മൾ അങ്ങനെ ചെയ്യാറില്ല. പക്ഷെ ഈ ഒരു ക്ലാസ്സിൽ നിന്ന് ഇങ്ങനെ പെട്ടെന്ന് ഒരു പാട്ട് കേട്ടപ്പോഴേ ഞാൻ ശ്രദ്ധിച്ചത് അത് എപ്പോഴാണ് കേട്ടത്. അപ്പൊ നോക്കിയപ്പോ ഇവിടെ തന്നെയായിരുന്നു ക്ലാസ്സിൽ നിന്നാണ്. അപ്പൊ ചോദിച്ചു ഞാൻ ടീച്ചർക്ക്, അർജുനാണ് പാടിയെന്ന് പറഞ്ഞു. അർജുൻ മാത്രമേ ഇവിടെ പാട്ടുകാര് ക്ലിയർ ആയിട്ടുള്ളൊരു തുടക്കം അർജുന്റെ പാട്ടിലായിരുന്നോ? വേറെ ആരും മിണ്ടില്ല. ഞങ്ങൾക്ക് പഠിക്കാൻ മാത്രം അറിയുള്ളൂ മിസ്സേ. ഞങ്ങൾക്ക് പാട്ടും കോമഡിയും അല്ലെങ്കിൽ മറ്റ് കഴിവുകളൊന്നും ഇല്ലാന്നാണ്. ഇഷ്ടം പോലെ കഴിവുള്ള ആളുകൾ ഇതിന്റെ ഇടയിലുണ്ട് കേട്ടാ. നല്ല പുലിക്കുട്ടികളൊക്കെ ഇതിന്റെ ഉള്ളിലുണ്ടാവും. പക്ഷെ അത് പറയല്ല, ഞങ്ങളുടെ ആ പുലിക്കുട്ടികളെ ഞങ്ങൾ പുറത്തെടുക്കാറില്ലാന്ന് വാശി പിടിച്ചിരിക്കുന്നതാണ്. അർജുനെ പഠിപ്പിക്കുന്ന രീതിയിലുള്ള പാട്ടുകാരൊക്കെ ഉണ്ടാവേ. അല്ലെ അർജുൻ? അർജുന്റെ അഭിപ്രായം എന്താ? അല്ലാന്നോ അതേന്നോ? എന്നെ വെട്ടിക്കില്ല എന്താ അർജുൻ? അതെനിക്ക് അറിയാൻ കണ്ട അർജുൻ പറയുന്നുണ്ട്. അർജുന് വിശ്വാസമുണ്ട് ഇവിടെ എന്നേക്കാൾ നന്നായി പാടുന്നവര് ഇതിന്റെ ഉള്ളിലുണ്ടെന്ന്. പക്ഷെ ആർക്കും ധൈര്യമില്ലെന്ന് തോന്നിട്ട് പറയാൻ. അതുകൊണ്ടാണ് ഇടയ്ക്കൊക്കെ നിങ്ങളുടെ സൗണ്ട് കേൾക്കാൻ ഞാൻ ആഗ്രഹമില്ലഞ്ഞിട്ടല്ലട്ടാ. ലാസ്റ്റ് 5 or 10 minutes നിങ്ങൾക്ക് സംശയം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മള് പറഞ്ഞു തരാൻ കൂടി ഇരിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾ ഇങ്ങനെ ഓരോന്നും പറഞ്ഞു ചോദിക്കുന്ന അതേ സമയത്ത് തന്നെ നിങ്ങൾ ഒന്നുകൂടി പറയോ എന്ന് ചോദിക്കുമ്പോൾ നമ്മളത് വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ലാസ്റ്റത്തെ അങ്ങനത്തെ ഒരു കമ്മ്യൂണിക്കേഷൻ ആ ഒരു സമയം നമ്മൾ പഠിപ്പിക്കാൻ തന്നെ ഉപയോഗിക്കുകയാണ്. അവിടെ ഒരു സമയം നമ്മൾ വേറെ കാര്യങ്ങൾ ഉപയോഗിക്കുന്നില്ല. പക്ഷെ എനിക്ക് നിങ്ങളുടെ സൗണ്ടൊക്കെ കേൾക്കാൻ ആഗ്രഹമുണ്ട്. 2026 ആയില്ലേ. ഇപ്പൊ അടുത്ത് തന്നെ ഇപ്പൊ നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഇതൊക്കെ വേഗം തീരും. എല്ലാവരും ഏകദേശം 4th മൊഡ്യൂളിലൊക്കെ ആയി ടീച്ചേഴ്സ് അല്ലെ. ഒരു കാര്യം ചോദിക്കട്ടെ, അതിന്റെ ഇടയിൽ അതുകൂടി ചോദിച്ചിട്ട് ബാക്കി പറയാം. 3rd മൊഡ്യൂളിലെ എല്ലാ ചാപ്റ്ററും കംപ്ലീറ്റഡ് ആണോ? ഇപ്പോ 3rd മൊഡ്യൂളിലെ എല്ലാ ചാപ്റ്റേഴ്സും കംപ്ലീറ്റഡ് ആണോ? 3rd മൊഡ്യൂളിൽ 13 ചാപ്റ്റേഴ്സ് ഉണ്ട്. തീർന്നു എല്ലാം തീർന്നല്ലോ. ഞാനായിരുന്നു തീർക്കാനുണ്ടായിരുന്ന അവസാന വ്യക്തി എന്ന് തോന്നുന്നു. എനിക്കുള്ള 2 ചാപ്റ്റർ, ഒന്ന് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റും ഒന്ന് ഡിസാസ്റ്റർ മാനേജ്മെന്റും ആണ്. ഈ 2 ചാപ്റ്ററും ഞാൻ തീർത്തു. എന്റെ 3rd മൊഡ്യൂളിലെ 2 ചാപ്റ്റേഴ്സ് അതായിരുന്നു. റൈറ്റ്, ശരിയല്ലേ? 2 തീർന്നില്ലേ? തീർന്നു. ഇനി ഏതാണ്? വന്ദന മിസ്സിന് പറഞ്ഞുണ്ടാവും അല്ലെ? വന്ദന മിസ്സിന് അപ്പൊ അടുത്ത മൊഡ്യൂളില്ലേ, 4th മൊഡ്യൂളില് എനിക്ക് ആകെ 2 ചാപ്റ്ററുള്ളൂ. അപ്പൊ അതുകൊണ്ട് വന്ദന മിസ്സിന്റെ അപ്പൊ 13 ചാപ്റ്ററും എടുത്തു എന്ന് കൺഫേം ചെയ്യുക. വന്ദന മിസ്സിന്റെ ഒരു ചാപ്റ്റർ കൂടി ഒഴിച്ചിട്ട് നിങ്ങൾ നോക്കുക ബാക്കിയെല്ലാം കംപ്ലീറ്റഡ് ആണോ, ഏതെങ്കിലും മിസ്സായിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിട്ട്. ബിക്കോസ് നമ്മള് ഇപ്പൊ നമ്മുടെ ഡ്യൂറേഷൻ തീരാറായിക്കൊണ്ടിരിക്കുകയാണ്. അതിനുള്ളില് ഈ ചാപ്റ്റേഴ്സ് എല്ലാം തീരണം. ലാസ്റ്റ് ഒരു 5 ദിവസം അല്ലെങ്കിൽ 2 or 3 ദിവസമൊക്കെ ഉള്ള സമയത്ത് മിസ്സേ ഇന്ന ചാപ്റ്റർ എടുത്തില്ലല്ലോ എന്ന് പറഞ്ഞ് ആ സമയത്ത് വന്നു കഴിഞ്ഞാൽ നമ്മള് ഭയങ്കര കൺഫ്യൂസ്ഡ് ആകും. കാരണം എന്താ വെച്ചാൽ ആ ഒരു ടൈമിംഗ് ഉണ്ട് നമുക്കിവിടെ തന്നിരിക്കുന്ന ടൈം ഡ്യൂറേഷൻ ഉണ്ട്. അതിനുള്ളിൽ നമ്മൾ ആ പോർഷൻസ് തീർത്തു കൊടുക്കണം. അതിന് റെസ്പോൺസിബിലിറ്റി ആ ഒരു ബാച്ചിൽ പഠിപ്പിക്കുന്ന എല്ലാ ടീച്ചേഴ്സും ഉണ്ട്. അപ്പോൾ ടീച്ചേഴ്സ് ഒക്കെ ചിലപ്പോ പെട്ടെന്ന് ഒരെണ്ണം എടുത്തു അടുത്തത് പറ്റിയത് പിന്നെ എടുക്കാമെന്ന് വിചാരിച്ച് മാറ്റി വെച്ചിട്ട് ചിലപ്പോൾ വേറെ ചാപ്റ്ററിലേക്ക് പോയിട്ടുണ്ടാവും. ഒബിയസ്ലി നമുക്കറിയാലോ മനുഷ്യന്മാർക്കൊക്കെ തെറ്റ് പറ്റും. അപ്പൊ തെറ്റ് ചെയ്യാത്തവരാരായിട്ടും ആരുമില്ല. മനുഷ്യരായിട്ട് ജനിച്ചതിന് എന്തായാലും ചില തെറ്റുകളൊക്കെ പറ്റും. അല്ല അത്ര പെർഫെക്റ്റ് ഒന്നുമല്ല നമ്മളല്ലേ, ഒരു കാര്യത്തിൽ നമ്മൾ പെർഫെക്റ്റ് അല്ല. അപ്പൊ തീർച്ചയായിട്ടും അതുപോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാ പറഞ്ഞേ ഏതെങ്കിലും ചാപ്റ്റർ മിസ്സായിട്ടുണ്ടോ എന്ന് നോക്കണം. 3rd മൊഡ്യൂളില് എല്ലാ ചാപ്റ്റേഴ്സും എടുത്തു എന്ന് പറയുന്നു. വന്ദന മിസ്സിന്റെ ഒരെണ്ണം എക്സെപ്റ്റ് ആണ് കേട്ടോ. വന്ദന മിസ്സിന്റെ 2 ദിവസത്തെ ക്ലാസ് കഴിയുമ്പോഴത്തേക്ക് തീരും. 2 ദിവസത്തെ ക്ലാസ്സും കൂടെ കഴിയുമ്പോഴത്തേക്ക് തീരും. തീരും. അതായത് ആ എടുക്കാനുള്ള ചാപ്റ്റർ തീരും അല്ലെ? അതെ. യെസ്. അപ്പൊ ഓക്കെ. പിന്നെ 4th മൊഡ്യൂളില് എത്ര ചാപ്റ്റർ കഴിഞ്ഞു ഫുള്ളായിട്ട് തീർന്നത്?
4th മൊഡ്യൂളില് എല്ലാം 4 ചാപ്റ്റർ എടുത്തിട്ടുണ്ട്. 2 ചാപ്റ്റർ രമ്യ മിസ്സും 2 ചാപ്റ്റർ മിൽഡ്രോസ് മിസ്സും. 4 ചാപ്റ്റർ തീർന്നു അല്ലേ? തീർന്നില്ല, കണ്ടിന്യൂ പോയിക്കൊണ്ടിരിക്കുന്നു. ഓക്കെ. അപ്പൊ ബാക്കിയുണ്ടല്ലേ? ബാക്കി അവിടെ 11 ചാപ്റ്റർ ആണുള്ളത്. അത് ബാക്കി 7 ഉണ്ട് അല്ലെ? ആ 7 ചാപ്റ്ററിൽ 1ാമത്തെ ചാപ്റ്റർ എനിക്ക് വേണ്ടിയുള്ള മീറ്റിംഗ് ആണ് അതല്ലേ? ആരും എടുത്തിട്ടില്ലല്ലോ, പറയണേ. ഇല്ല ഇല്ല ഇല്ല. 1ാമത്തെ ചാപ്റ്റർ മെഡിക്കൽ ഇൻഷുറൻസ് ആണ് എനിക്ക് എടുക്കാനുള്ള ചാപ്റ്റർ. മീൻസ് ഇൻഷുറൻസ് ആണ്. ഇൻഷുറൻസും കുറച്ച് ഇപ്പൊ ഈ ഡിസാസ്റ്റർ പറഞ്ഞ പോലെ കുറെയൊക്കെ നമുക്ക് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. അതായത് ഏതെങ്കിലും ടൈപ്പ് ഓഫ് ഇൻഷുറൻസ് ഇല്ലാത്തവരുണ്ടാവില്ല. ഇന്നത്തെ കാലത്ത് എന്തെടുത്താലും നമുക്ക് ഇൻഷുറൻസ് കൂടി ചേർത്തിട്ടാ തരാം. ഈവൻ ഇഫ് യു ആർ ടേക്കിംഗ് എ ലോൺ ഫ്രം എ ബാങ്ക്, ഒരു ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുമ്പോഴും ഇപ്പൊ ഈ എന്താ പറയുക കെട്ടിട നിർമ്മാണത്തിനും ബിൽഡിങ്ങിനൊക്കെ വേണ്ടിയിട്ട് ലോൺ എടുക്കുമ്പോൾ അപ്പോഴും അവിടെ ഇൻഷുറൻസിന്റെ ഒരു സ്കീമൊക്കെ വന്നിട്ടുണ്ട് ബാങ്കുകളിൽ. അതായത് ലോൺ കൊടുക്കുന്നതോടൊപ്പം ഒരു ഇൻഷുറൻസ് സ്കീം കൂടി എടുപ്പിക്കുകയാണ്. അപ്പൊ നമുക്ക് ആ ഒരു എന്താ പറയാ എമൗണ്ട് നമുക്ക് തരുന്നതിന്റെ ഒരു ഭാഗമായിട്ട് നമുക്കൊരു സെക്യൂരിറ്റി ആൻഡ് സേഫ്റ്റി തരുന്ന ഒരു കാര്യം കൂടി അവിടെ ബിൽഡപ്പ് ആകുന്നുണ്ട്. മനസ്സിലായോ? ഒരു ഈവൺ ഒരു മൊബൈൽ ഫോൺ നമ്മൾ എടുക്കുന്നു, അതിന് ഇൻഷുറൻസ് വരുന്നുണ്ട്. വലിയ എമൗണ്ട് കൊടുത്തിട്ട് ഈ മൊബൈൽ ഫോണുകൾ എടുക്കുമ്പോൾ ഇത്ര വർഷത്തേക്ക് ഇൻഷുറൻസ് കൂടി ആഡ് ചെയ്തിട്ടുള്ള എമൗണ്ട് വേണമെന്ന് ചോദിക്കും നമ്മളോട്. ഇൻഷുറൻസ് വേണമെങ്കിലാണ്. കാരണം അത് ഏതെങ്കിലും തരത്തില് എന്തെങ്കിലുമൊക്കെ ഇതിന് എന്തെങ്കിലും എന്താ പറയാ കേടുപാടുകളൊക്കെ വന്നാല് ഇങ്ങനെ കാര്യങ്ങൾക്ക് നമുക്ക് ഇൻഷുറൻസ് തരുമെന്ന് പറഞ്ഞിട്ടാണ് അവരൊക്കെ നമ്മളെ കൊണ്ട് എടുപ്പിക്കുക. ഓക്കെ. അപ്പൊ ഇന്ന് എല്ലാത്തിനും ഇൻഷുറൻസ് ഉണ്ട്. നമ്മുടെ ലൈഫ് ഇൻഷുറൻസുകളുണ്ട്, മെഡിക്കൽ ഇൻഷുറൻസുകളുണ്ട്. അപ്പൊ അങ്ങനെ ഇൻഷുറൻസ് എന്ന് പറയുന്നത് നമ്മൾ എന്തായാലും എല്ലാവരും കേട്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഒരുപാട് പേർക്ക് ഏതെങ്കിലും ടൈപ്പ് ഓഫ് ഇൻഷുറൻസ് എടുത്തിരിക്കുന്നവരും ഉണ്ടായിരിക്കുന്നവരും അല്ലെ? അപ്പൊ ഇൻഷുറൻസില് മെഡിക്കൽ ഇൻഷുറൻസ് ആണ് നമുക്ക് ഇവിടെ പഠിക്കാൻ കേട്ടോ. മെഡിക്കൽ ഇൻഷുറൻസ്. അപ്പൊ മെഡിക്കൽ ഇൻഷുറൻസ് നമ്മൾ പഠിക്കുന്നതിന് മുമ്പ് വി ഹാവ് ടു ലേൺ ഓർ കം ടു നോ സം ഇമ്പോർട്ടന്റ് ടേംസ്. നമുക്ക് ചില പ്രധാനപ്പെട്ട ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ട ചില ടേമുകൾ നമുക്ക് അറിഞ്ഞിരിക്കേണ്ടതുണ്ട് കേട്ടോ. അതിൽ പ്രധാനപ്പെട്ടതാണ് ഹെൽത്ത് ഇൻഷുറൻസ്, ഇൻഷുറർ, ഇൻഷുർഡ്, ക്ലെയിം, പ്രീമിയം, ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി, ഫസ്റ്റ് പാർട്ടി ക്ലെയിം, തേർഡ് പാർട്ടി ക്ലെയിം, എക്സ്ക്ലൂഷൻ, പിന്നെന്താ മെഡിക്കൽ ഇൻഷുറൻസ് അല്ലെങ്കിൽ മെഡിക്ലെയിം ഇൻഷുറൻസ്, പിന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇൻഷുറൻസ് ഫോംസ് ഇൻ ഇന്ത്യ, ഏതൊക്കെ ടൈപ്പ് ഓഫ് ഇൻഷുറൻസ് ഉണ്ട്, ഇങ്ങനൊക്കെ ഒരുപാട് കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. അപ്പൊ ഇൻഷുറൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിലേക്ക് കാലെടുത്ത് വെക്കുന്നതിന് മുമ്പ് ആ ഒരു ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ചില ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചില ടേമുകൾ, ചില പദങ്ങൾ നമുക്ക് അറിഞ്ഞിരിക്കണം. അതിൽ കുറച്ച് പദങ്ങളാണ് ഇവിടെ ഫസ്റ്റ് പേജിൽ കൊടുത്തിരിക്കുന്നത്. ഓക്കെ. അപ്പൊ ലെറ്റ്സ് സീ. നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ. കാരണം നമുക്ക് ടൈം ടു വേസ്റ്റ്. നിങ്ങളോട് ഞാൻ പാട്ട് പാടാൻ അറിയുന്നവർ വേറെ ഒന്ന് ചോദിച്ചു നോക്കി. അപ്പൊ ഒരു പാട്ട് കേൾക്കാൻ എനിക്ക് വന്നിട്ടുള്ളതുകൊണ്ട് ചോദിച്ചതാണ്. അർജുൻ ഓൾറെഡി പാടിക്കുന്നതായതുകൊണ്ട് അർജുനെ ഞാൻ എന്താ പറയാ കമ്പൽ ചെയ്തില്ല. അപ്പൊ അതില്ലാത്തതുകൊണ്ട് നമ്മള് എന്റെ പാട്ടിൽ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുക. ഓക്കെ. അപ്പൊ ടേംസ് ആണ് ഹെൽത്ത് ഇൻഷുറൻസ്. എന്താണ് ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുന്നത്? ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ ഇഫ് സം ഹെൽത്ത് ഇഷ്യൂസ്, diseases or accident caused to some individuals, the medical expenses paid by the company. അതായത് നമുക്കിപ്പോ നമ്മുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ടുള്ള ചില പ്രശ്നങ്ങൾ, ചില രോഗങ്ങളാകാം, ചില ആക്സിഡന്റുകളാകാം. അതിന് വേണ്ടിയിട്ട് നമ്മളുടെ നമുക്ക് അങ്ങനെയുള്ള രോഗങ്ങളോ ആക്സിഡന്റുകളോ ഒക്കെ വരുമ്പോൾ നമ്മൾ ഹോസ്പിറ്റലിലാകുന്നു, ഹോസ്പിറ്റലിലെ ചെലവുകളൊക്കെ മീറ്റ് ചെയ്യേണ്ടി വരും അല്ലെ? മെഡിക്കൽ എക്സ്പെൻസ് മീറ്റ് ചെയ്യേണ്ടി വരും. അതിന് വേണ്ടി കൊടുക്കുന്ന ഇൻഷുറൻസ്, അതിനെയാണ് ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് വിളിക്കാം. കിട്ടിയോ? ഒന്നാമത്തെ സെന്റൻസ് കിട്ടിയോ? Health insurance എന്നാണ് മനസ്സിലായോ? Health insurance is the medical expenses caused by injuries, diseases or accidents. നമുക്ക് ഉണ്ടാകുന്ന പലതരത്തിലുള്ള രോഗങ്ങൾ അല്ലെങ്കിൽ മുറിവുകൾ അല്ലെങ്കിൽ ആക്സിഡന്റുകൾ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെഡിക്കൽ എക്സ്പെൻസുകളെ വിളിക്കുന്ന പേരാണ് ഹെൽത്ത് ഇൻഷുറൻസ്. ക്ലിയർ? മനസ്സിലായ? പറ. നല്ലൊക്കെ അടുത്ത് പറയാൻ പറ്റുള്ളൂ. യെസ്. ഇനി ഇൻഷുറൻസുമായിട്ട്, മെഡിക്കൽ ഇൻഷുറൻസ് മാത്രമല്ല ഏത് ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ടത് there are two parties involved. ഇൻഷുറൻസിൽ പ്രധാനമായിട്ടും ഇൻഷുറൻസിൽ ഇൻവോൾവ് ആകുന്ന രണ്ട് വ്യക്തികൾ. ഓക്കെ. അത് രണ്ട് പാർട്ടീസ് എന്ന് പറയുന്നത് they are insured and the other one insurer. ഇൻഷുർഡും ഇൻഷുററും. ഇനി നമുക്ക് നോക്കാം ആരാണ് ഇൻഷുർഡ്, ആരാണ് ഇൻഷുറർ. Insured is the person who gets compensated if a loss occur. ഏതെങ്കിലും തരത്തിലുള്ള നഷ്ടം ഉണ്ടാകുമ്പോൾ ആ നഷ്ടത്തിന് പരിഹാരം കിട്ടുന്ന വ്യക്തികളെ വിളിക്കുന്ന പേരാണ് ഇൻഷുർഡ് എന്ന്. ക്ലിയർ ആയോ?
എന്തെങ്കിലും തരത്തിലുള്ള നഷ്ടം ഉണ്ടാകുമ്പോൾ ഏത് ടൈപ്പ് ഓഫ് ഇൻഷുറൻസിന്റെ കൂടി കാര്യമുണ്ട് ഞാൻ പറഞ്ഞത്. മെഡിക്കൽ ഇൻഷുറൻസിന്റെ മാത്രമല്ല, ഇൻഷുറൻസ് എടുക്കുന്ന ആളും ഇൻഷുറൻസ് നൽകുന്ന ആളും. മനസ്സിലായോ? ആ ഇൻഷുറൻസ് എടുക്കുന്ന ആളെയാണ് എന്ത് വിളിക്കുക, നമ്മൾ ഇൻഷുർഡ് എന്ന് വിളിക്കുക. ഇപ്പൊ ഒരു ഉദാഹരണത്തിന്, ഇഫ് ഐ ആം ടേക്കിംഗ് ആൻ ഇൻഷുറൻസ് ഓഫ് എനി കമ്പനി, ഏതെങ്കിലും ഒരു ഇൻഷുറൻസ് കമ്പനിയുടെ ഇൻഷുറൻസ് ഞാൻ എടുക്കാം. നല്ലത് കേട്ടപ്പോ തോന്നി, വളരെ നല്ല ഭംഗി, ഭംഗിയല്ല, വളരെ നല്ലൊരു പോളിസി ആണല്ലോ. നമുക്ക് ഇപ്പൊ പ്രായമൊക്കെ കൂടി വരാണല്ലോ. അപ്പൊ പലതരത്തിലുള്ള അസുഖങ്ങളൊക്കെ വരാം, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തില് എന്തെങ്കിലും മനുഷ്യനൊരു അവസാനം വേണമല്ലോ. അപ്പൊ എന്തെങ്കിലുമൊക്കെ നമുക്ക് അവസാന ഘട്ടങ്ങളിലൊക്കെ വരും. അപ്പൊ അതിനൊക്കെ സെക്യൂർ ചെയ്യാൻ വേണ്ടി അപ്പൊ നമുക്ക് ഹോസ്പിറ്റൽസ് എന്ന് പറയുന്നത് വളരെ എക്സ്പെൻസീവ് ആണ്. ഒരെന്തെങ്കിലും ഒരു ചെറിയ അസുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ തന്നെ കുറെ ടെസ്റ്റ് അത് ഇതെന്നൊക്കെ പറയും. വലിയ കണ്ട് നമ്മുടെ കണ്ണൊക്കെ പുറത്തേക്ക് ചാടും അല്ലേ? അപ്പൊ അത്തരം മെഡിക്കൽ എക്സ്പെൻസുകളെ നമുക്ക് ഒരു വലിയൊരു ഫിനാൻഷ്യൽ ലോസ് ആണ് കൊണ്ടുവരിക. ഇത്തരം ഇപ്പൊ നോക്കിയപ്പോ എന്തെങ്കിലും ഒരു പെട്ടെന്ന് ഒരു ആക്സിഡന്റ് വന്നു, 5 ലക്ഷം 6 ലക്ഷം 10 ലക്ഷം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയുമ്പോ നമ്മളൊന്നും പ്രതീക്ഷിക്കുന്ന പോലുമില്ല അത്തരം കാര്യങ്ങൾ അല്ലെ? അപ്പൊ അത്തരം സിറ്റുവേഷൻസിൽ, അത്തരം ലോസില് നമ്മളെ എന്താ പറയാ, നമുക്കൊരു കോമ്പൻസേഷൻ, ഒരു എന്താ പറയാ, കോമ്പൻസേഷന്റെ മലയാളം അർത്ഥം ഒരു കോമ്പൻസേഷൻ, ഇൻഡെമിനിഫൈ ചെയ്യാൻ വേണ്ടി, നമ്മുടെ ആ നഷ്ടത്തെ ലഘൂകരിക്കാൻ അല്ലെങ്കിൽ നഷ്ടത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് കിട്ടുന്ന ആ ഒരു എമൗണ്ട്, അത് ആർക്കാണോ കിട്ടുന്നത് ആ വ്യക്തികളെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ഇൻഷുറൻസ്. ഞാൻ ഇൻഷുറൻസ് പോളിസി എടുക്കുകയാണെങ്കിൽ ഞാൻ ഇൻഷുർഡ് ആണ്. മനസ്സിലായോ? ആൻഡ് ദ കമ്പനി ഹു അഗ്രീസ് ടു പേ ദ കോമ്പൻസേഷൻ, ഏത് കമ്പനിയാണ് നമുക്ക് ഇന്ന കോമ്പൻസേഷൻ നിന്റെ ആ ഒരു രോഗം വരാണെങ്കിൽ അല്ലെങ്കിൽ ആക്സിഡന്റ് ഉണ്ടാവണമെങ്കിൽ തരാമെന്ന് പറയുന്നത്, ഏത് കമ്പനിയാണോ പറയുന്നത് അവരെ നമ്മൾ ഇൻഷുറർ എന്ന് വിളിക്കും. Did you understand the difference between insured and insurer? മനസ്സിലായോ? രണ്ടു തമ്മിലുള്ള വ്യത്യാസം. ഇൻഷുർഡ് ആരാണ്, ഇൻഷുർഡ് ആരാണെന്ന്, ഇൻഷുറർ ആരാണെന്ന് മനസ്സിലായോ? ഇൻഷുർഡ് എന്ന് പറയുന്നത് ആ നഷ്ടം കിട്ടുന്നതാണ്. That means the person who takes the policy. പോളിസി എടുക്കുന്ന ആളെയാണ് നമ്മൾ ഇൻഷുർഡ് എന്ന് വിളിക്കുക. അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ the person who gets compensated if some loss occur. ഏതെങ്കിലും തരത്തില് നഷ്ടമുണ്ടായാൽ ആ നഷ്ടത്തിന് പരിഹാരം കിട്ടുന്ന വ്യക്തിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇൻഷുർഡ്. ആൻഡ് the person who provides or the company who provides the compensation, ആരാണ് കോമ്പൻസേഷൻ കൊടുക്കുന്നത് അവരെ നമ്മൾ ഇൻഷുറർ എന്ന് വിളിക്കും. ക്ലിയർ ആയോ? രണ്ടും മനസ്സിലായ? അപ്പൊ ആ പാരഗ്രാഫ് ഫുൾ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ദാറ്റ് മീൻസ് ആ ഒരു കുഞ്ഞു പാരഗ്രാഫാണ് ഞാനിപ്പോ പറഞ്ഞിട്ടുള്ളൂ. എന്താണ് ഹെൽത്ത് ഇൻഷുറൻസ്, ആരാണ് ഇൻഷുർഡ്, ആരാണ് ഇൻഷുറർ, ഇത്രയും നമ്മള് ചാപ്റ്ററിൽ എടുത്തിട്ടുള്ളൂ. ഒന്ന് തുടക്കി വെക്കാന്ന് മാത്രമേ എനിക്ക് ഉണ്ടായുള്ളൂ. കാരണം തുടങ്ങുമ്പോൾ അത് തീർക്കാനുള്ള ഒരു ടെൻഡൻസി വേഗം ഉണ്ടാവും. ഓക്കെ, അപ്പൊ നമ്മുടെ സമയം അധികം ഇല്ല. ബൈ ദ എൻഡ് ഓഫ് ദിസ് മന്ത്, ഈ മാസത്തിന്റെ താഴത്ത് നമുക്ക് ഈ ചാപ്റ്ററുകളൊക്കെ തീർക്കണം. അതുകൊണ്ടാണ് ഒന്നുകൂടി ഒന്ന് ശ്രദ്ധിച്ചേക്ക്. തേർഡ് മൊഡ്യൂളിലെ എല്ലാം എടുത്തു കഴിഞ്ഞു. ഫോർത്ത് മൊഡ്യൂളിലെ എടുത്തുകൊണ്ടിരിക്കുന്നതൊക്കെ ഓക്കെ ആണോ, പെർഫെക്റ്റ് ആണോ, മിസ് ആവുന്നില്ലല്ലോ എന്നുകൂടി ഒന്ന് ശ്രദ്ധയിൽ വെച്ചേക്കാം കേട്ടോ. ഞാൻ നിങ്ങളോട് പറയാൻ കഴിഞ്ഞിരുന്നതിനും കൂടി വിചാരിച്ചിരിക്കുകയായിരുന്നു. ഓക്കെ, പിന്നെ പറയാനുള്ളത് നാളെ ഒരു എക്സ്ട്രാ ക്ലാസ് വെച്ചിട്ടുണ്ട്. ഇൻഫർമേഷൻ വന്നു. ഓക്കെ, അപ്പൊ നാളെ എക്സ്ട്രാ ക്ലാസ് നമ്മുടെ കുറെ ക്ലാസ്സുകൾ മിസ് ആയി. ചില ടീച്ചേഴ്സിന്റെ പോർഷൻസ് കുറച്ച് ബാക്കിയാണ്. എനിക്ക് ഈ ഒരു ചാപ്റ്റർ ഉള്ളൂ കേട്ടോ, മെഡിക്കൽ ഇൻഷുറൻസ് മാത്രമേ. എനിക്ക് ഒരു 4-5 ക്ലാസ് എനിക്കും വേണം. പ്ലസ് ഇൻഷുറൻസ് ആണ് പറഞ്ഞു വരുമ്പോൾ കുറച്ച് എക്സ്ട്രാ കൂടുതലായി പോകും. അതൊരാതെ ഇങ്ങനെ പറയും. അപ്പൊ എന്തായാലും എനിക്കൊരു 3-5 ക്ലാസ് വേണം, 5 ക്ലാസ്സെങ്കിലും വേണം എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ അതുകൊണ്ട് എന്റെ ക്ലാസ് എനിക്കുള്ളതുണ്ട്. പക്ഷെ ബാക്കി ടീച്ചേഴ്സിന് 2 പേർക്കും, മിനു ടീച്ചറും അതുപോലെ തന്നെ വന്ദന മിസ്സിനും അവരുകൾ ചെയ്യണമെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ എക്സ്ട്രാ ക്ലാസ് നാളത്തേക്ക് വെച്ചത്. ഓക്കെ, അപ്പൊ നാളെ ക്ലാസ്സിന് ജോയിൻ ചെയ്യണേ മറക്കരുത്. സോ താങ്ക് യു.